ഐ ഗ്രൂപ്പിന്റെ മണ്ഡലമായ വയനാടിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ടി സിദ്ദിഖ് മത്സരിക്കുന്നു. ഉമ്മൻചാണ്ടി കടുംപിടുത്തമായപ്പോൾ ഐ ഗ്രൂപ്പ് മണ്ഡലം വിട്ടു നൽകിയതാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ കേട്ടത് BJP-യിൽ കേൾക്കുന്ന കാര്യം പത്തനംതിട്ടയുടെ പേരിൽ PS ശ്രീധരൻപിള്ളയും K സുരേന്ദ്രനും പിടിമുറുക്കി എന്നാണ്. PS ശ്രീധരൻപിള്ളയ്ക്ക് ഏതാണ്ട് മണ്ഡലം ഉറപ്പായ മട്ടാണ്. ഈ 2-3 കാരണത്താൽ 2 പാർട്ടിക്കാർക്കും ഇന്നും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനായില്ല. പരസ്പരം പോരടിച്ച് ഈ സ്ഥാനാർത്ഥി മോഹികൾ അവതാളത്തിലാക്കുമോ സ്ഥാനാർത്ഥി പട്ടിക? എൻകൗണ്ടർ പരിശോധിക്കുന്നു. BJP സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ആശങ്കയും ആകാംക്ഷയും നിലനിൽക്കുകയാണ് ഡൽഹിയിൽ. ഒരുപാട് പരാതികൾ BJP-യുടെ ദേശീയ നിർവാഹക സമിതിക്കും മറ്റുള്ളവർക്കും ലഭിച്ചു കഴിഞ്ഞു. നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ല എന്നും ഇവരൊക്കെ മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടുന്നില്ലെന്ന പരാതികൾ പല പ്രവർത്തകരും ഡൽഹിയിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക അപ്പാടെ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് BJP നേതൃത്വം. അതേസമയം തുഷാർ വെള്ളാപ്പള്ളിക്കും സംഘത്തിനും നൽകിയ 5 സീറ്റുകൾ പുനഃപരിശോധിക്കാൻ സാധ്യതയുമില്ല താനും. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പറഞ്ഞത് ഇപ്രകാരം: കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട നടപടികളെല്ലാം പൂർത്തിയായി. കഴിഞ്ഞ ദിവസം അത് സമർപ്പിച്ചു. പാർലമെൻ്ററി ബോർഡാണ് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. പാർലമെൻ്ററി ബോർഡിൽ പ്രാഥമികമായ പരിഗണനയ്ക്ക് വന്ന ശേഷം അവരുടെ നിർദ്ദേശങ്ങളെ തുടർന്ന് ഇന്നലെ പൂർണ്ണമായിട്ടും അത് കേരളത്തിൻ്റെ ലിസ്റ്റ് അതിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു. നിർദ്ദിഷ്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര നേതൃത്വം ഇടപെടുന്നത്. RSS നൽകിയ സ്ഥാനാർത്ഥി നിർദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തി വിശദമായ ചർച്ച വീണ്ടും നടക്കും. പത്തനംതിട്ടയടക്കം പാർട്ടി മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലെ സാധ്യതകളെക്കുറിച്ചും ഒരു തവണ കൂടി പരിശോധിക്കാനാണ് തീരുമാനം. K സുരേന്ദ്രൻ മത്സരിക്കാതിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കും വിധമാകും ഇടപെടൽ. എന്നാൽ ശോഭാ സുരേന്ദ്രൻ താൽപര്യമറിയിച്ച പാലക്കാട് മാറ്റങ്ങൾ ഉണ്ടാകില്ല. അവർക്ക് ആറ്റിങ്ങലിൽ തന്നെ സ്ഥാനാർത്ഥിയാകേണ്ടി വരും. അതേസമയം BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ നിന്ന് ജനവിധി തേടും. മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന BDJS സ്ഥാനാർത്ഥികളുടെ പേരുകളിലും ധാരണയായി. ഇടുക്കി ബിജു കൃഷ്ണൻ, മാവേലിക്കര തഴവ സഹദേവൻ, ആലത്തൂർ TV ബാബു, വയനാട് ആൻഡ്രോ അഗസ്റ്റിൻ മുതലായവരാണ് സ്ഥാനാർത്ഥികൾ. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. എൻകൗണ്ടർ പരിശോധിക്കുന്ന മറ്റൊരു കാര്യം, വടകര ഇന്ന് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. വടകരയിൽ നിർത്താൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥി അവിടെ നിന്നാൽ ജയിക്കില്ല എന്ന് പ്രവർത്തകർക്ക് ഏതാണ്ട് ഉറപ്പായി. മാത്രമല്ല ആ സമയത്താണ് KPCC പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരിക്കൽ കൂടി വടകരയിൽ മത്സരിക്കണം എന്ന് ഫാക്സ് പ്രവാഹമായിരുന്നു ഇന്ന് ഡൽഹിയിലേക്ക്. എന്ന് മാത്രവുമല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ ശക്തനായ ഒരാൾ വടകരയിൽ മത്സരിക്കുന്നില്ല എങ്കിൽ തങ്ങൾ അറിയിച്ച പിന്തുണ പിൻവലിക്കുമെന്ന് RMB മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ നിന്ന് സവാദ് മുഹമ്മദ് നമ്മോടൊപ്പം ലൈവായി ചേരുന്നു. സവാദിലേക്ക്. സവാദ് സംസാരിച്ചോളൂ. എന്താണ് വടകരയിലെ ഏറ്റവും അവസാന വിശേഷങ്ങൾ? സംസാരിച്ചോളൂ. തീർച്ചയായും വടകരയിൽ ഏവരും ഉറ്റുനോക്കുന്നത് ആര് സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു. വയനാട്ടിലായിരുന്നു രാവിലെ തർക്കമുണ്ടായിരുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ടി സിദ്ദീഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. അതിനുശേഷമാണ് വടകരയിൽ നാടകീയമായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ ഉണ്ടായത്. അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനെ അവിടെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ അത് വളരെ ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. P ജയരാജനെ പോലെയുള്ള വളരെ ശക്തനായിട്ടൊരു സ്ഥാനാർത്ഥിക്കെതിരെ നിർത്താനുള്ള ഒരു സ്ഥാനാർത്ഥിയല്ലെന്നും അവിടെ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ മുല്ലപ്പള്ളിയെ
പോലെയുള്ള ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ മലബാറിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥികളും ഒരുപോലെ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. ഡൽഹിയിലെ AICC നേതാക്കളിലേക്ക് പല തരത്തിലുള്ള മെസ്സേജുകൾ, പല മാർഗങ്ങളിലുള്ള മെസ്സേജുകൾ അയക്കുകയും അതിനെ തുടർന്ന് വലിയ സമ്മർദ്ദം ഉയർന്നു വരികയും അത് ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കമാൻഡ് നേതാക്കൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ബന്ധപ്പെടുകയും മത്സരിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയുമായിരുന്നു. എന്നാൽ മത്സരിക്കാനില്ല എന്ന വളരെ ശക്തമായിട്ട് തന്നെയുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുല്ലപ്പള്ളി. താൻ മത്സരിക്കില്ല എന്ന് നേരത്തെ അറിയിച്ചതാണ്. അതിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമില്ല എന്ന നിലപാടിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഇതിൽ അവസാനമായി ആത്യന്തികമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക രാഹുൽ ഗാന്ധിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. അദ്ദേഹം 10 മണിയോടുകൂടി ഡൽഹിയിൽ തിരിച്ചെത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. രാഹുൽ ഗാന്ധി പ്രവർത്തകരുടെ വികാരം മാനിച്ച് മുല്ലപ്പള്ളി മത്സരിക്കണം എന്ന വളരെ കർക്കശമായിട്ടുള്ള ഒരു നിർദ്ദേശം മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം വഴങ്ങിയേക്കും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻകൗണ്ടറിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, ഇന്നും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ BJPക്കും അതുപോലെ കോൺഗ്രസിനും ആയില്ല. സ്ഥാനാർത്ഥി മോഹികളുടെ പ്രശ്നം തന്നെയായിരുന്നു കാരണം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നു എന്താണ് ഈ പാർട്ടിക്കാർക്ക് സംഭവിക്കുന്നത്. ഇവർ സ്ഥാനാർത്ഥി മോഹത്തിൻ്റെ പേരിൽ ഇവർ പരസ്പരം തർക്കിച്ച് തോൽപ്പിക്കുകയാണോ അതോ തർക്കിച്ച് തോൽക്കുകയാണോ? നമ്മോടൊപ്പം ചേരാൻ CPMലെ PM മനോജ് ഉണ്ട്, കോഴിക്കോട് നിന്ന്. ശ്രീ മനോജ്, നിങ്ങൾ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളെയൊക്കെ എല്ലാ മണ്ഡലങ്ങളും തീരുമാനിച്ച് പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളെ എതിർക്കേണ്ട 2 പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ എങ്ങും എത്തിയിട്ടുമില്ല. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിച്ചിട്ടുണ്ടോ വിവിധ മണ്ഡലങ്ങളിൽ? ഞങ്ങൾ 10 ദിവസമായി സ്ഥാനാർത്ഥികൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ പര്യടനത്തിലാണ്. ആദ്യത്തെ ലാപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഫലവും ഉണ്ടായി. കാരണം കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും LDFൻ്റെ 20 സ്ഥാനാർത്ഥികൾ വലിയ അംഗീകാരം നേടിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമാണ് UDFന് ഉറപ്പുണ്ട് എന്ന് അവർ തന്നെ പറയുന്ന ഒരു മണ്ഡലമാണ് മലപ്പുറം. ആ മലപ്പുറത്ത് മത്സരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിൻ്റെ ശക്തി പോരാ, SDPI കൂടെ വേണം എന്ന് തോന്നുന്നത്. എന്നിട്ട് കൊണ്ടോട്ടിയിലൊരു നേർച്ച പോലെ ചെന്നിട്ട് അവിടെ KTDCയുടെ ഹോട്ടലിൽ പോയി ഇവരുടെ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും നേതാക്കളുമായി സംസാരിക്കുകയും ഡീൽ ഉറപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ UDFൻ്റെ ഏറ്റവും കരുത്തുള്ള സീറ്റാണ് മലപ്പുറം എന്ന് പറയുന്ന ആളുകൾ ആ സീറ്റിൽ പോലും വലിയ തോതിൽ ഭയപ്പെടുകയാണ്. അപ്പോൾ അതിനർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ മുന്നേറി കഴിഞ്ഞു എന്ന് തന്നെയാണ്. പിന്നെ UDFന് തർക്കമുണ്ട്, കോൺഗ്രസ് തർക്കമുണ്ട്, അതുപോലെ BJPയിലും തർക്കമുണ്ട്. ഇപ്പോൾ വടകരയുടെ കാര്യം ശ്രീകണ്ഠൻ നായർ നേരത്തെ പറഞ്ഞല്ലോ. വടകരയിൽ കഴിഞ്ഞ പ്രാവശ്യം മുല്ലപ്പള്ളി ജയിച്ചത് 3306 വോട്ടിനാണ്. 76,000 വോട്ട് BJPയും പിടിച്ചു. അന്ന് UDFനും കോൺഗ്രസിനും വലിയ ശക്തി തെളിയിച്ച ഒരു സമയമായിരുന്നു അത്. ഇന്ന് ആ കാലമെല്ലാം പോയി. അന്ന് AN ഷംസീറിനെതിരെ മുല്ലപ്പള്ളി കരുത്തരാണെന്നാണല്ലോ പറയുന്നത്. ഇപ്പം മുല്ലപ്പള്ളിക്ക് അങ്ങോട്ട് പോകേണ്ടതില്ല. മുല്ലപ്പള്ളി വടകരയിൽ പോകുന്നില്ല എന്ന് നമ്മളൊന്നല്ല തീരുമാനിക്കുന്നത്. മുല്ലപ്പള്ളി തന്നെയാണ് പറയുന്നത് ഞാൻ പോകുന്നില്ല എന്ന്. അതിനർത്ഥം എന്താ? തോറ്റു എന്ന് ആദ്യമേ സമ്മതിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് മുല്ലപ്പള്ളിയെങ്കിലും വന്നാൽ മതി എന്ന്. അതിനർത്ഥം എന്താ? ഇപ്പോൾ ഉള്ള പകരം കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും P ജയരാജനെതിരായിട്ട് മത്സരിക്കാൻ കരുത്തരല്ല എന്ന്. പിന്നെ വടകരയുടെ ചരിത്രമുണ്ട്. അത് പഴയ കോലീബി ചരിത്രമാണ്. ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നപ്പോൾ വടകരയിൽ കൃത്യമായി രത്നസിംഗിനെ തോൽപ്പിച്ച് KP ഉണ്ണികൃഷ്ണൻ ജയിച്ചിട്ട് പാർലമെൻറ്റിൽ എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ 2004 ഒരു അനുഭവമുണ്ട് നമ്മുടെ മുമ്പിൽ. 2004 തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഇന്ന് നടക്കുന്നത് പോലെ വലിയ ചർച്ചയൊക്കെ നടന്നിരുന്നു. അന്ന് കോൺഗ്രസ് ഞങ്ങൾ വലിയ തോതിൽ ജയിക്കുമെന്നും പറഞ്ഞിരുന്നു. BJP ആണെങ്കിൽ വാജ്പേയി ഗവൺമെൻറ് 2ാം ഊഴം കിട്ടുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ കേരളത്തിൽ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പാർലമെൻറ്റിലെത്തിയില്ല. ഏതാണ്ട് അതുപോലത്തെ ഒരു അനുഭവം, അതിനേക്കാൾ ഗംഭീരമായ അനുഭവം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഞങ്ങൾ വലിയ മിടുക്കൊന്നും പറയുന്നില്ല. ഞങ്ങൾ കൃത്യമായി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു, അവരെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു. ആ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് സ്വീകാര്യരാണ് എന്ന് ജനങ്ങൾക്ക് തന്നെ തോന്നി. അതാണിപ്പോൾ ഉള്ള വാർത്തകൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നേറുന്നു. എന്നാൽ എതിർ ക്യാമ്പിൽ ആദ്യത്തെ ക്യാമ്പ് UDF ആണ്. നമുക്ക് വിശദമായി ചർച്ചയുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകും, നമുക്ക് സംസാരിക്കാം. ഞാനിനി പോകുന്നത് ശ്രീ KP കുഞ്ഞിക്കണ്ണനിലേക്കാണ്. BJPയിലെ ശ്രീ കുഞ്ഞിക്കണ്ണൻ.
ഞാനിപ്പോൾ വൈക്കത്ത് നിന്ന് നേരിട്ട് തത്സമയം താങ്കളോട് സംസാരിക്കുകയാണ്. വൈക്കത്ത് കുറച്ചധികം ആളുകളൊക്കെ വൈക്കത്തുകാർ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരൊക്കെ നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്. നിങ്ങളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, അതായത് BJPക്കും അതുപോലെ കോൺഗ്രസിനും ഉണ്ട് എന്ന ആളുകൾ കരുതിയ ഒരു അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കുറച്ച് സ്ഥാനാർത്ഥി മോഹികൾ ചേർന്ന് ഇല്ലാതാക്കുന്നതിൻ്റെ ഒരു ദുരന്ത ചിത്രമാണോ ഇപ്പോൾ BJP നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ? ശ്രീ കുഞ്ഞിക്കണ്ണൻ്റെ ഫോണിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സാങ്കേതികമായിട്ട് അദ്ദേഹത്തിന് കേൾക്കാനാവുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ A. സജീവനിലേക്ക് പോകുന്നു. ഒരു സ്ഥലത്ത് കോൺഗ്രസും മറു സ്ഥലത്ത് BJPയും. ഇവർക്ക് CPM പോലെയുള്ള ഒരു കക്ഷി എതിർക്കാനുള്ള കരുത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പ്രയാസകരമായിരിക്കുന്നു എന്ന രീതിയിലായിരുന്നു. ഇന്നും അവർക്ക് സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്ന നേതാക്കന്മാർ നെട്ടോട്ട് മോടുകയാണ്. മുല്ലപ്പള്ളി വന്നേ പറ്റൂ. VM സുധീരൻ തുറന്നു പറയുകയും ചെയ്തു. അതായത് ഈ സ്ഥാനാർത്ഥി മോഹികളും ഗ്രൂപ്പുകാരും ചേർന്ന് ജനങ്ങളെ മടുപ്പിക്കരുതെന്ന് VM സുധീരൻ ഇന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. ശ്രീ സജീവൻ, ഈ രാഷ്ട്രീയ രംഗം എങ്ങനെയാണ് ഒരു നിരീക്ഷകൻ എന്നുള്ളതിൽ താങ്കൾ നോക്കിക്കാണുന്നത്? രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്തവണ കോൺഗ്രസിന് ഓരോ സീറ്റും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകളിൽ മത്സരിക്കുക, അതിലെല്ലാം ജയിക്കുക, അതിന് പറ്റിയ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഇത്തവണ ഓരോ മണ്ഡലങ്ങളിലും നിയോഗിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേ കാര്യം കേരളത്തിലെ നേതാക്കന്മാർ ഓരോരുത്തരും ആവർത്തിച്ചു. ഇവിടെയുള്ള ഗ്രൂപ്പ് നേതാക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും ആവർത്തിച്ചത് ഞങ്ങൾ ഇത്തവണ 20 സീറ്റിലും ഏറ്റവും ശക്തരായിട്ടുള്ള, ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള, വിന്നബിലിറ്റി ഉറപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെയാണ് നിയോഗിക്കാൻ പോകുന്നത് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് പ്രശ്നമാണ്. എനിക്ക് സീറ്റ് കിട്ടണമെന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സീറ്റ് വേണ്ട, ആ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് ഓടുന്ന തരത്തിലുള്ള കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് ഇവിടെ 2 സീറ്റുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ വടകര, രണ്ടാമത്തേത് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അവിടെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയാണ്, പാർട്ടിയുടെ ചുമതലക്കാരനാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് തൽക്കാലം കൊടുക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് പറയാം. പക്ഷേ വേണുഗോപാൽ ആദ്യം പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നു അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞ് മറ്റെവിടെയെങ്കിലും മത്സരിക്കുമെന്ന്. അതോടുകൂടിയിട്ട് ആലപ്പുഴ എന്തോ പ്രശ്നമാണ് എന്ന രൂപത്തിലുള്ളൊരു തോന്നൽ പൊതുവേ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് LDF അതൊരു വലിയ ശക്തമായിട്ടുള്ള ഒരു ആയുധമായിട്ട് ഏറ്റെടുക്കുന്നു. അവിടെ തങ്ങൾ നിയോഗിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി അതിശക്തനാണ് എന്ന് കണ്ട് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഭയന്നോടുകയാണെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ ഇതാ PM മനോജ് പറഞ്ഞു തന്നെ നമ്മൾ കേട്ടല്ലോ. വടകരയിൽ അവർ വെച്ചിട്ടുള്ളത് വേണമെങ്കിൽ അതിരൂക്ഷമായിട്ട് UDFനെ ആക്രമിച്ച് മുന്നേറാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ജയിക്കുമോ എന്നുള്ളതല്ല പറഞ്ഞത്. അവർക്ക് P. ജയരാജനെതിരെ അവർക്ക് കൊണ്ടുവരാവുന്ന ആരോപണം, പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയൊക്കെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ. പക്ഷേ CPM വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ജയരാജനെ പ്ലേസ് ചെയ്യുന്നു. പക്ഷെ അവിടെ മത്സരിക്കേണ്ടത്, അപ്പോൾ ജയരാജനെ പോലെ ഒരാൾ അവിടെ മത്സരിക്കേണ്ടത് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് സിറ്റിംഗ് MP ആയിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ. പക്ഷേ അവിടെ അവസാനം പറഞ്ഞു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് ദുർബലമായിട്ടുള്ള ആളുകളുടെ പേരുകളാണ്. അവിടെ ഒരു മണ്ഡലം രാഹുൽ ഗാന്ധി പറഞ്ഞതനുസരിച്ച് ഏറ്റവും ശക്തരായിട്ടുള്ള, ഏറ്റവും ഭിന്നബിലിറ്റിയുള്ള സ്ഥാനാർത്ഥികളെ വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെ ഇത്രയും ദിവസം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥാനാർത്ഥി വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഇത് തന്നെ ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കും. കഴിഞ്ഞ തവണ മനോജ് പറഞ്ഞ പോലെ ആദ്യത്തെ തവണ 56,000 വോട്ടിന് 2009 56,000 താങ്കളിലേക്ക് മടങ്ങി വരാം. ഞാൻ ശ്രീ KP കുഞ്ഞിക്കണ്ണനിലേക്ക് ഒന്ന് പോകുന്നു. BJP നേതാവ് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹം എൻ്റെ ചോദ്യം കേട്ടില്ല എന്ന് തോന്നുന്നു. അതായത് സ്ഥാനാർത്ഥി മോഹികൾ, പത്തനംതിട്ടയെ ഭ്രമിച്ചുപോയ ചില സ്ഥാനാർത്ഥി മോഹികളും മറ്റു ചില ആളുകളും ചേർന്ന് BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക തന്നെ ആകപ്പാടെ അലങ്കോലമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. CPM ബഹുദൂരം മുന്നിലായി കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും. BJPക്കും കോൺഗ്രസിനും അവരടുത്തെത്താൻ പോലും കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ വളരെ പിന്നോട്ട് പോകുന്ന കാഴ്ചയുണ്ട്. ഇപ്പൊ സ്ഥാനാർത്ഥി പട്ടിക വേണമെങ്കിൽ താമസിച്ചില്ല എന്ന് BJPക്ക് അവകാശപ്പെടാം. എന്നിരുന്നാലും സ്വതന്ത്രമായി ഇതിനെയൊക്കെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയോ പ്രശ്നം ഈ 2 പ്രസ്ഥാനങ്ങളിലും ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞിക്കണ്ണൻ,
സ്ഥാനാർത്ഥി നിർണയത്തിന് ചില പ്രോസസ്സ് ഉണ്ടല്ലോ. BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര പാർലമെൻ്ററി ബോർഡാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അവിചാരിതമായി ഒരു ദുഃഖവാർത്ത BJPയുടെ ഗോവ മുഖ്യമന്ത്രി അന്തരിച്ചതിനെ തുടർന്ന് പാർലമെൻ്ററി ബോർഡ് ചേരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉള്ള കാലതാമസമല്ലാതെ ഇതിനകത്ത് അടിയാണ്, പിടിവലിയാണ് എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് ശേഷം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു കക്ഷിയല്ല BJP. സംഘടനാ പ്രവർത്തനം ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥി ആരായാലും വോട്ട് സമാഹരിക്കാനും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനും സംഘടനാ സംവിധാനം വളരെ സജീവമായി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. BJP അങ്ങനെ സ്വന്തമായി സംസ്ഥാന ഘടകത്തിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പാർലമെൻ്ററി ബോർഡാണ് അത്. ഏറെ വൈകാതെ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തി മുന്നേറി എന്നൊക്കെ CPM അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ കാര്യമല്ല. സംഘടനാ പ്രവർത്തനം അവർ നടത്തുന്നതാണ്. അവരുടെ പ്രവർത്തനം സ്ഥാനാർത്ഥിയെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് പ്രവർത്തനം എന്ന് വിലയിരുത്തുന്നത് ശരിയല്ല. BJP അതുപോലെ തന്നെ CPMനെ പോലെ തന്നെ സംഘടനാ പ്രവർത്തനം നിരന്തരം പ്രതിദിനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ട് സ്ഥാനാർത്ഥി സമയത്തിന് വന്നാൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇപ്പോൾ പേര് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. സംഘടനാ പ്രവർത്തനത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി BJP ഇറങ്ങിക്കഴിഞ്ഞു. വളരെ നന്ദി ശ്രീ കുഞ്ഞിക്കണ്ണൻ. താങ്കളെ ഒന്ന് കാത്തിരിക്കണം. കാരണം വൈക്കത്ത് നിന്നൊരു തത്സമയമാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈക്കത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ കാഴ്ച ഇത് കാണാനായിട്ട് തന്നെ കുറച്ചധികം ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് താങ്കളോട് നേരിട്ട്, നിങ്ങൾ 3 പേരോടും നേരിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. ഒരു 24 ഒരുക്കുന്ന ഒരു സാങ്കേതിക സാധ്യതയാണ് നേതാക്കന്മാർക്ക് സാധാരണക്കാരായ പ്രവർത്തകരോടും പൊതുജനങ്ങളോടും പ്രാദേശിക നേതാക്കന്മാരോടും സംസാരിക്കാനുള്ള ഒരു സാഹചര്യം. ഞാൻ ആദ്യം നമ്മുടെ കോൺഗ്രസ് നേതാവിനോട് പോകുന്നു. കോൺഗ്രസ് നേതാവാരാണ്? നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയിട്ട് മൈക്ക് അടുപ്പിച്ച് വെച്ചോണം. മൈക്ക് സംസാരിക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ തന്നെ സംസാരിച്ചോണം. ഇത് ലൈവ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ താങ്കൾ ആരാണെന്ന് പറയണം, ഏത് പാർട്ടിയാണെന്ന് പറയണം. ഞാൻ മോഹൻ ഡി ബാബു, KPCC എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എനിക്കൊന്നും വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. എന്നിരുന്നാലും സംസ്ഥാനത്തെ പല സ്ഥലത്തും കോൺഗ്രസ് പട്ടിക പൂർത്തിയാകാത്തതിൻ്റെ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഒരങ്ങ് KPCCയിലൊക്കെ അംഗമല്ലേ? സ്ഥാനാർത്ഥി നിശ്ചയത്തിന് ഇനിയും സമയമുണ്ടല്ലോ. അപ്പോൾ അതൊരു നേരത്തെ പ്രഖ്യാപിക്കുന്ന വൈകി പ്രഖ്യാപിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല. PM മനോജ് പറഞ്ഞു കേട്ടില്ലേ, ഒരുപാട് മുന്നിൽ പോയി എന്നാ കാര്യം. അതിൽ കാര്യമില്ല. ഇലക്ഷൻ്റെ നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. എത്രയോ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പല പ്രാവശ്യം മാറിയിട്ടുണ്ട്, മണ്ഡലങ്ങൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ തന്നെ ഇവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ എല്ലാം ബോർഡ് വെച്ച ആൾ അവസാനം മാറി, പാർട്ടിയും മാറി, വേറെ പാർട്ടിക്കായി സ്ഥാനാർത്ഥി. അതുകൊണ്ട് അതെന്ന് പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികൾ അവസാന നിമിഷം വരെ CPM നേരത്തെ തീരുമാനിച്ചതിനകത്തൊരു മേൽക്കൈ അവർ നേടിയിട്ടുണ്ടോ അങ്ങയുടെ അഭിപ്രായത്തിൽ? അപ്പോൾ അവർ 2 പാർട്ടിയുടെ മാത്രം ഏർപ്പാടായതുകൊണ്ട് അത് തീരുമാനിച്ച് പ്രഖ്യാപിച്ചതിൽ വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് വളരെ എളുപ്പമാണ്, അവർക്ക് എളുപ്പം ചെയ്യാവുന്നതാണ്. ഇവിടെ ഒതുങ്ങുന്ന പാർട്ടികളായതുകൊണ്ട് നിങ്ങളുടെ ആൾക്കാരിൽ ഓരോ നേതാവിൽ ഇപ്പോൾ ഓരോ പാർട്ടി ഉണ്ടെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കും. അല്ല, സ്ഥാനാർത്ഥിത ആർക്കും ആഗ്രഹിക്കാമല്ലോ. അതായത് കാര്യമില്ല, എല്ലാവർക്കും ആഗ്രഹിക്കാം. അത് പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡിൽ നിന്ന് പ്രഖ്യാപിക്കും. CPMന്റെ ആളാരാ ഇവിടെ ഉള്ളത്? CPM. ഓക്കെ, പേര് പറഞ്ഞോളൂ. എന്റെ പേര് സുജിൻ. ഞാൻ CPIMന്റെ വൈക്കം ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇവിടെ നിങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വളരെ എളുപ്പമാണെന്ന് നമ്മുടെ KPCC അംഗം പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഞങ്ങൾക്ക് ഒരാൾ തീരുമാനിച്ചാൽ, ഒരു കമ്മിറ്റി തീരുമാനിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഓരോ ആളുകളും ഓരോ പാർട്ടിയും അവരുടെ അകത്ത് ഗ്രൂപ്പുകളുമായതുകൊണ്ട് അവരവർ തീരുമാനിക്കുന്നത് ഒന്ന് ക്രോഡീകരിക്കാൻ വലിയ പാടാണ്. അത് ഇന്ത്യയിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് നേരത്തെ തീരുമാനിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതായത് സ്ഥാനാർത്ഥി ഇനിയിപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ പ്രവർത്തിക്കാൻ. ഞങ്ങളുടെ പ്രവർത്തനം ഏതാണ്ട് 10 ദിവസം എത്രയോ ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ അഭ്യർത്ഥനകൾ വീട്ടിലെത്തുന്ന സ്ഥിതി വരുന്നു. ഞങ്ങൾ സ്ഥാനാർത്ഥിയും കൊണ്ട് എല്ലാ മണ്ഡലത്തിലെ മുഴുവൻ പ്രധാനപ്പെട്ട ഓഫീസുകൾ, സ്ഥാപനങ്ങളാകെ സന്ദർശനം നടത്തി കഴിഞ്ഞു. ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് ബാങ്കുകളെ ഞങ്ങൾ പ്രത്യേകമായി പരിഗണിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു. താങ്കൾ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവര് എന്തായാലും ആൾക്കാരെ കണ്ടുപിടിക്കാൻ
താമസിച്ചു എന്നാണ് പറയുന്നത്. ഈ താമസം തെരഞ്ഞെടുപ്പ് ഫലത്തേക്ക് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇവരങ്ങ് കൊണ്ട് കയറത്തില്ല. ഇവരൊക്കെ നല്ല പ്രവർത്തിച്ച് പരിചയമുള്ളവരല്ലേ BJPയും കോൺഗ്രസും ഒക്കെ. താമസിച്ചു എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസും BJPയും നടത്തി വരുന്ന സമീപനങ്ങളെ ഈ നാട്ടിലെ ജനതയാകെ തിരിച്ചറിഞ്ഞിരിക്കുക. തൊഴാൻ വേണ്ടി അമ്പലത്തിൽ പോകുന്ന ആളുകളുടെ മുമ്പിലേക്ക് നിറതേങ്ങയ്ക്കടിക്കുന്നതിന് കൂട്ടുനിൽക്കുകയും നിറതേങ്ങയ്ക്കെറിയുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ആളുകൾ എന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾ സ്പഷ്ടമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മതേതരത്തെ ഗവൺമെന്റ്, പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യക്കകത്തുണ്ടാകണമെന്നും ആ ഇന്ത്യക്കകത്ത് ഒരു കോമൺ മിനിമം പ്രോഗ്രാം അടക്കം നടപ്പിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാകണം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുക. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം, മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടൊപ്പം നാട്ടിലെ ജനങ്ങളാകെ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾക്കൊരു മറുപടി പറയാൻ ഞാനൊരു നേതാവിനെ കണ്ടു. ശ്രീമതി ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവ് ശ്രീ ബിന്ദു കൃഷ്ണ ഇപ്പം നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരുമാനിക്കാൻ കഴിയാത്തത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ബാധിക്കും എന്നാണ് CPM പ്രവർത്തകരൊക്കെ നേതാക്കന്മാരൊക്കെ പറയുന്നത്. ഇതൊരു തത്സമയ പരിപാടിയാണ്. വൈക്കത്തു നിന്നാണ് ഞാൻ താങ്കളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-കാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർക്ക് അങ്ങനെ കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അത് കേവലം സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കും. കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും സ്ഥാനാർത്ഥി പട്ടിക ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി തന്നെ വരും. അത് വിഷമിക്കുകയേ വേണ്ട. ആ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആദർശങ്ങൾ, സാമൂഹിക പ്രത്യയശാസ്ത്രങ്ങൾ, ആ പ്രത്യയശാസ്ത്രങ്ങളുടെ 7 അയലത്തെത്തുവാൻ LDF-ന് കഴിയുകയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്കൊരു ആശയങ്ങളില്ല, പ്രത്യയശാസ്ത്രങ്ങളില്ല. ആകെ ഉള്ളത് എതിരാളികളെ കൊന്നൊടുക്കുന്ന കുടില തന്ത്രം മാത്രമാണ്. ഇവിടെ ഒറ്റ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലുള്ളത്. ഈ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ? അതായത് ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ? ഇന്ത്യ രാജ്യം നിലനിൽക്കുമ്പോൾ അത് എങ്ങനെ നിലനിൽക്കണം? തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമെന്ന നിലയിലാണ് ഈ രാജ്യത്തെ കോൺഗ്രസ് സൃഷ്ടിച്ച് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ചില സന്ദർഭങ്ങളിലെങ്കിലും അതിന് ഭീഷണിയുണ്ടായി. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി, രാഷ്ട്രീയ സാഹചര്യമുണ്ടായി. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വലിയ വെല്ലുവിളിയായി വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഈ രാജ്യത്ത് നിറഞ്ഞാടുമ്പോൾ ആ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ എതിർത്ത് തോൽപ്പിച്ച് ജനാധിപത്യപരമായി, അല്ലാതെയല്ല, ജനാധിപത്യപരമായി എതിർത്ത് തോൽപ്പിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് കോൺഗ്രസ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. എന്താണ് ചെയ്യാനുള്ളത്? 543 അംഗ രാജ്യത്തിൻ്റെ ലോക്സഭാ മണ്ഡലങ്ങളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര സീറ്റ് മത്സരിക്കുന്നു? അതിനുള്ള ഉത്തരം ആദ്യം പറയണം. മത്സരിച്ച് ജയിച്ചെന്നിരിക്കട്ടെ, വാദത്തിന് വേണ്ടി ഞാൻ ചോദിക്കുക, എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? എവിടെയാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി? എന്താണ് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട്, NDA എന്ന മുന്നണിയോട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് LDF-നെ പൊരുതാൻ കഴിയുന്നത്? ഒന്നുമില്ല എന്ന് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഈ രാജ്യത്തിന് നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാം. ശകുനം മുടക്കികളെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അക്ഷരാർത്ഥത്തിൽ ആ ഒരു സാഹചര്യം മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ LDF-ന് കൊടുക്കുന്ന വോട്ടുകൾ പരോക്ഷമായി BJP-ക്കുള്ള കൈത്താങ്ങായി മാറും. ഈ രാജ്യത്തെ വിശേഷിച്ച് ഈ സംസ്ഥാനത്തെ വോട്ടർമാർ അത് മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഏറ്റവും നാളെയോടുകൂടി തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി പ്രഖ്യാപിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ബിന്ദു കൃഷിയിലേക്ക് ഞാൻ വരാം. ഒരു അല്പസമയം വെയിറ്റ് ചെയ്താൽ മതി. വൈക്കത്തുകാർക്കെതിരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? അപ്പൊ BJP-യുടെ നേതാവിനെ കണ്ടില്ലല്ലോ. BJP-യുടെ നേതാവ് പറഞ്ഞോളൂ താങ്കൾ. എന്റെ പേര് SNV രൂപേഷ്. ഞാൻ BJP-യുടെ വൈക്കം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ഓക്കെ, ബിന്ദു കൃഷ്ണ പറഞ്ഞൊക്കെ കേട്ടല്ലോ. കേട്ടു. പക്ഷേ ഇവിടെ ബാബുചേട്ടനും സുജിനും ഒക്കെ പറഞ്ഞേ കേട്ടു. ഇന്ന് സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് പറയാനുള്ളത്, CPM-ന് ഒരു പക്ഷേ നേരത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിക്കാൻ വൈക്കം രാഷ്ട്രീയമായിട്ടൊന്ന് ഹോട്ടായോ? വൈക്കം രാഷ്ട്രീയപരമായിട്ട് പ്രബുദ്ധതയുള്ള ഞങ്ങളുടെ ആളുകളെല്ലാം ബൂത്തുകളിലും എല്ലാം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബൂത്ത് പ്രവർത്തനം, സംഘടനാ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി ആരെന്നുള്ള സെക്കൻഡറിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് മുന്നണി NDA എന്ന് പറഞ്ഞ മുന്നണി ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതം പ്രഥമമായിട്ടുള്ള കാര്യം. രണ്ടാമത് CPM-നെ സംബന്ധിച്ച് കേരളത്തിലെ കാര്യം മാത്രം അവർക്ക് നോക്കിയാൽ മതി. BJP എന്നുള്ളതൊരു ദേശീയ കക്ഷിയാണ്. അപ്പം ഇവിടെ കേരളത്തിൽ മാത്രമല്ലല്ലോ സീറ്റ് പ്രഖ്യാപിക്കാതെ ഉള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും ജനം ഈ തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളുണ്ട്. ഇവിടെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന ഗവൺമെന്റ് ഈ ഇടയ്ക്ക് 1000 ദിനങ്ങളുടെ ആഘോഷം നടത്തി. CPM ആക്രമിച്ചവരെല്ലാവരും കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ 1000-ന് മേൽ ആളുകൾ ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഈ 2 വർഷം കൊണ്ട് ഇവിടെ കൊല്ലപ്പെട്ടേനെ.
അതുപോലെ BJP അക്രമത്തിനൊന്നുമില്ല, സമാധാനമുള്ള പാർട്ടിയാണ്. BJP ഒരു ദേശം രാജ്യം ഭരിക്കുന്ന പാർട്ടി അല്ല, സ്വാഭാവികമായിട്ടും പണ്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അക്രമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ അക്രമത്തെ ചേർത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു വശത്ത് CPM മാത്രം, CPM അവരെ ആക്രമിക്കുന്ന അവരുടെ ഘടകകക്ഷിയെ CPIയുടെ ആൾക്കാരെ അവരെ ആക്രമിച്ച് കൊല്ലുകയല്ലേ. ഒരു വശത്ത് എന്നും അക്രമത്തിന്റെ ഒരു വശത്ത് CPM എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. മറ്റൊരു വിഷയം, ഇവിടെ ജിഷയുടെ കണ്ണീരിന്റെ വില പറഞ്ഞുകൊണ്ടാണ് ഇവിടെ CPM അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഇവിടെ എത്രയോ സ്ത്രീകളുടെ കണ്ണുനീര് ഇവിടെ വീഴ്ത്തി. ഇവിടെ മഹിജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ CPMന്റെ പിണറായിയുടെ പോലീസ് നടുറോട്ടിലിട്ട് ചവിട്ടിയത് ഇവിടെ ജനം കണ്ടതല്ലേ. ഇവിടെ ഈ കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ BJPയുടെ നേതാവ് രൂപേഷ് പറയുന്നു. ഈ വൈക്കത്തമ്പലത്തിന്റെ അഷ്ടമി ദിനത്തില് ഈ വൈക്കത്തെ ബോട്ടുചെട്ടിക്ക് സമീപത്ത് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഒരു ശ്യാം എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ഒരു ഒറ്റമുറി വീട്ടിൽ കഴിയുന്നവനാ. അവനെ നടുറോട്ടിലിട്ട് കരിമ്പും തണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇവിടെ ആരാ കൊന്നതെന്നുള്ളത് ഈ നാട്ടിലെ ജനതയ്ക്ക് ആകെ അറിയാം. ഇവിടുത്തെ ഒരു ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനെയും ഒരു BJPയുടെ പ്രവർത്തകനും ആ മൃതശരീരം ഒന്ന് കാണാൻ പോലും പോയില്ല എന്നത് രാഷ്ട്രീയ വിഷയമാണ്. ഈ അഷ്ടമി കഴിഞ്ഞിട്ട് കുറച്ചു മാസങ്ങൾ മാത്രമേ ആകുന്നു. അതൊക്കെ ഇവിടെ തെളിവ് നിൽക്കുക. RSSന്റെ നേതൃത്വം കൊടുക്കുന്ന കൊട്ടേഷൻ രാജാക്കന്മാരാണ്. ദേശീയ രാഷ്ട്രീയത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കുമോ ഉയരുക, അതോ ഇതുപോലുള്ള പ്രാദേശിക ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യാൻ പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ കർഷകരെയും കർഷക തൊഴിലാളികളും അടക്കം അനുഭവിക്കപ്പെടുന്ന വേദനയും ദുഃഖവും ഇന്ത്യയിൽ നടന്നിട്ടുള്ള ലോങ് മാർച്ച് അടക്കം ഇവിടെ പ്രതിനിധീകരിക്കാൻ പോവുകയാണ്. ഈ നാട്ടിലെ GST നടപ്പിലാക്കിയതിന്റെ പേരിൽ മരണപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് അമ്മമാരുടെ, അച്ഛന്മാരുടെ, കച്ചവടക്കാരുടെ, കൃഷിക്കാരുടെ ദുരിതം ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് 500ന്റെയും 1000ന്റെയും നോട്ട് കൊടമ്പക്കത്തെ ഫാക്ടറിയിലേക്ക് മെറ്റീരിയലായി കയറ്റിവിട്ടപ്പോൾ ഇവിടെ നെഞ്ചകം പൊട്ടി മരിച്ച പാവപ്പെട്ടവരെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അല്ലാതെ ഇവിടത്തെ അംബാനിമാർക്കും അതുപോലെ തന്നെ കുത്തക മുതലാളിമാർക്കും ഓശാന പിരിച്ച് വിട്ടു പോകുവാനുള്ള അവസരം കൊടുക്കുകയും വാനമ്പടിയായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോയി സെൽഫി എടുത്ത് ദൃശ്യമാധ്യമങ്ങൾക്ക് കൊടുക്കുകയും കാഴ്ച കേരളത്തിലടക്കം ഇന്ത്യയുടെ മുഴുവൻ നഗരങ്ങളിലും ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും ചർച്ച ചെയ്യുവാനാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായിരുന്നു. ഇനിയിപ്പോ നമുക്ക് സംസാരിക്കാത്ത കോൺഗ്രസ് ലീഡേഴ്സ് ആരാ ഉള്ളത്? താങ്കൾ സംസാരിച്ചില്ല. മണ്ഡലം പ്രസിഡന്റ് മൈക്കൊന്ന് തന്നോളൂ. പറഞ്ഞോളൂ. BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും പേര് പറഞ്ഞില്ല, താങ്കളുടെ പേര് പറഞ്ഞില്ല. ഇവര് PD ഉണ്ണി, ഞാൻ കോൺഗ്രസിന്റെ ടൗൺ മണ്ഡലം പ്രസിഡന്റ്. BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും പറയുന്നത് രണ്ടുപേരും പരസ്പരം കൊന്നു, രണ്ടുപേരും പരസ്പരം ഭരണത്തിൽ പരാജയമാണെന്ന് പറയുന്നു. അത് BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും പറയുന്നു. കോൺഗ്രസ് ഇവിടെ കക്ഷിയല്ല. കോൺഗ്രസ് ഇല്ലെങ്കില്ല. അല്ല, കോൺഗ്രസ് ഇവിടെ ഈ ചർച്ചയിൽ കക്ഷിയായി. എന്തുകൊണ്ടാണ്? ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി. ഇന്ത്യയെ മുന്നോട്ട് നയിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി. എവിടെ നോക്കിയാലുള്ള ഒരു പാർട്ടി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പഞ്ചായത്ത് പ്രസിഡന്റിനെയും മുഖ്യമന്ത്രിയെ തമ്മിൽ താരതമ്യം ചെയ്യരുത്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റോളിലാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം അവർ ചെറിയൊരു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ അത്രയും ചുരുങ്ങിയ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ മതി. കോൺഗ്രസ് പാർട്ടിക്ക് അതല്ല. 541 നിയോജകമണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം, വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യണം. ഞങ്ങളൊക്കെ മാസങ്ങളായി സ്ഥാനാർത്ഥിയെ പറ്റി ചർച്ച ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ ഇലക്ഷൻ പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞു. വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് ഇലക്ഷൻ പ്രൊസീജിയർ. മുൻപേ ഓടുന്നവനെ തടഞ്ഞു നിർത്തി അതിന്റെ മുമ്പേ ഓടുവാൻ കോൺഗ്രസ് പാർട്ടി ശക്തമാണ്. PM മനോജ്, വൈക്കത്തെ കോൺഗ്രസ്സുകാരൊക്കെ സ്ട്രോങ് ആകട്ടോ, നമ്മൾ വിചാരിച്ചോലല്ല. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കും. ഒരു തമാശ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ 5 കോൺഗ്രസ് നേതാക്കളെ കരിമ്പട്ടികയിൽപ്പെടുത്തി. അതിൽ 4 പേരെ ഉമ്മൻചാണ്ടി അന്ന് തന്നെ സമ്മർദ്ദം ചെലുത്തി സ്ഥാനാർത്ഥിയാക്കി. ഒരാളെ ആക്കിയില്ല. ആക്കാത്തത് കോൺഗ്രസും ആക്കിയില്ല, ഉമ്മൻചാണ്ടി ആക്കിയില്ല, ബെന്നി ബെഹനാൻ. അതായത് അന്നത്തെ KPCC പ്രസിഡന്റ് കരിമ്പട്ടികയിൽപ്പെടുത്തി ഇയാൾ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ബെന്നി ബെഹനാനെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇതാ കോൺഗ്രസ് ചാലക്കുടിയിൽ മത്സരിപ്പിക്കുന്നു. ഇത് ഞങ്ങളൊന്നും പറയുന്നതല്ല. ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ കുറച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ 540 ഇവർ നിശ്ചയിച്ചോട്ടെ, പക്ഷേ ഈ പാവപ്പെട്ട കേരളത്തിൽ 20 സ്ഥാനാർത്ഥികളിൽ 16 കോൺഗ്രസിനുള്ളത്. അതിൽ KPCC പ്രസിഡന്റ് കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലമാണ് വടകര. ഇതുവരെ സ്ഥാനാർത്ഥി ആയിട്ടില്ല. പിന്നെ ഇവർക്ക് കഴിഞ്ഞ തവണ 10-30,000 വോട്ടിന് ജയിച്ചു എന്നിവർക്ക് സ്വന്തമായിട്ട് പറയാൻ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് വയനാട്. അവിടെയും സ്ഥാനാർത്ഥിയായിട്ടില്ല.
അതായത് ഇവർക്ക് ഏതെങ്കിലും നേരിയ പ്രതീക്ഷയുണ്ടെന്ന് ഇവരെങ്കിലും വിശ്വസിച്ചിരുന്ന മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ തർക്കം. ബാക്കി മണ്ഡലങ്ങളൊക്കെ ഇവർ വിട്ടുകഴിഞ്ഞു. കാരണം ഈ തർക്കമുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ ആ ചാടി പിടിക്കാനാണല്ലോ. ഈ ചാടി പിടിക്കാൻ പാവപ്പെട്ട ബിന്ദു കൃഷ്ണ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും അവർ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു മുഖമല്ലേ, വനിതയല്ലേ, ഒരു സീറ്റ് കൊടുത്തോ? ആർക്കാണ് ഇവർ കൊടുക്കുന്നത്? ഇപ്പോൾ വടകരയെ പറയുന്നു, വടകരയിൽ കൊടുത്ത പുതിയ ആളുകൾക്കൊക്കെ കൊടുത്തു എന്ന് പറയുന്നു. പുതിയ ആൾ വേണ്ട, പഴയ ആൾ വന്നാൽ മതി. ഇത് യഥാർത്ഥത്തിൽ ആത്മധൈര്യത്തോടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ആർജവം അത് കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് വിജയ പ്രതീക്ഷ കൊണ്ടാണോ, അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ടാണോ? ഒന്നുമല്ലല്ലോ. ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന താങ്കളുടെ അഭിപ്രായത്തോട് ബിന്ദു കൃഷ്ണ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ നമുക്കൊരു ഉത്കണ്ഠയുണ്ട്. അത് ശ്രീമതി ബിന്ദു കൃഷ്ണ, താങ്കൾക്ക് സീറ്റ് കിട്ടാത്തതിൽ വളരെ ഖിന്നനാണ് PM മനോജ്. ഓക്കെ, ശ്രീമതി ബിന്ദു കൃഷ്ണ. എന്തായാലും എന്റെ പാർട്ടിയിൽ ഞാൻ സീറ്റ് ആഗ്രഹിച്ചാൽ എനിക്ക് പാർട്ടി സീറ്റ് ആഗ്രഹിച്ചാൽ ഞങ്ങളുടെ പാർട്ടി സീറ്റ് തരും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത രീതിയിൽ ഒരു വനിതയെ പാർട്ടിയുടെ താക്കോസ്ഥാനം എന്നെ ഏൽപ്പിച്ചിരിക്കുക കൊല്ലത്ത്. ആ ദൗത്യം പൂർത്തിയാക്കാന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനിടയിൽ പാർലമെന്റിൽ മത്സരിക്കേണ്ട എന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയിപ്പോൾ പാർട്ടി കർശനമായി മത്സരിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ അതും അനുസരിക്കും. ഞാനൊരു പാർട്ടി പ്രവർത്തക, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമല്ല. അതുകൊണ്ട് എന്നോടുള്ള നല്ല ശ്രീ PM മനോജിന് നല്ല വാക്കിന് നന്ദിയുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് ജയിച്ചേ മതിയാവും. അത് കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടിയാണ്. അവരുടെ കുറ്റമല്ല. അല്ല, ഈ രാജ്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോ ആയിക്കോട്ടെ, നമ്മൾ എല്ലാത്തിനും പോസിറ്റീവ് അർത്ഥത്തിൽ അതെ പോസിറ്റീവായിട്ട് ശ്രീമതി ബിന്ദു കൃഷ്ണ 2004 ശ്രീമതി ബിന്ദു കൃഷ്ണ 2004 പോസിറ്റീവായി എടുത്തു. ഞങ്ങളുടെ പിന്തുണയോടെ നിങ്ങൾ ഗവൺമെന്റ് രൂപീകരിച്ചു. അത് കഴിഞ്ഞ് ആണവ കരാർ വന്നു, ഞങ്ങൾ പിന്തുണ പിൻവലിച്ചു. അത് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു. നിങ്ങൾ ജയിച്ചത് എന്താ? തൊഴിലുറപ്പ് പദ്ധതി, വനാവകാശ നിയമം, അസംഘടിത തൊഴിലാളികൾക്കുള്ള സംരക്ഷണം, അവർക്കുള്ള ആനുകൂല്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ ഗവൺമെൻറ്, ഒന്നാം UPA ഗവൺമെൻറ് നടപ്പാക്കി. നിങ്ങൾ അതൊക്കെ പറഞ്ഞ് ജയിച്ചു. അത് കഴിഞ്ഞ് രണ്ടാം UPA ഗവൺമെൻറ്റിന് ഞങ്ങളുടെ പിന്തുണ ഇല്ല. നിങ്ങൾ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെയും കൂടെ മെറിറ്റ് പറഞ്ഞിട്ടാണ് നിങ്ങൾ അധികാരത്തിൽ വന്നെന്ന് ഓർമ്മിക്കണം. അത് കഴിഞ്ഞ് രണ്ടാം UPA ഗവൺമെൻറ് ഇത്ര ദയനീയമായിട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെറിയ പഞ്ചായത്ത് തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് 44 സീറ്റല്ലേ ഉള്ളൂ. 404 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് അല്ലേ 44 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയത്. ഈ 44 സീറ്റുള്ള ദയനീയ അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത് ഞങ്ങളാണോ? ഞങ്ങൾ ചെറിയ പാർട്ടിയല്ലേ, CPM അല്ലേ? നിങ്ങളിങ്ങനെ ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ നയം കൊണ്ടല്ലേ? യഥാർത്ഥത്തിൽ BJPയുടെ മെച്ചം കൊണ്ടാണോ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത്? നിങ്ങളുടെ ദോഷം കൊണ്ടാണ്. നിങ്ങൾ അഴിമതിയാണ്, ലോകത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരാണ് നിങ്ങൾ എന്ന് നാട്ടുകാരെ മുഴുവൻ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ കൂടെ അതിനെ ഒന്ന് ഉദ്ദീപിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. അപ്പോൾ ജനങ്ങൾ വിചാരിച്ചു ഇപ്പോൾ BJPയാണ് നല്ലതെന്ന്. ഇപ്പോൾ ഹിമാലയൻ അഴിമതി നടത്തുന്ന BJPയാണ്. അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും കൂടി പറയണ്ടേ? ഇപ്പോൾ കുഞ്ഞിക്കണ്ണേട്ടൻ ഇതൊന്നും മിണ്ടില്ല, നമുക്ക് പറയണ്ടേ? ഇവരാണ് അഴിമതി നടത്തുന്നത്. വ്യാപം അഴിമതി പോട്ടെ, റാഫേൽ അഴിമതി നമ്മൾ ശക്തമായിട്ട് പറയണ്ടേ? BJPയുടെ അഭിപ്രായം ഈ കാര്യത്തിൽ അദ്ദേഹം പറയട്ടെ. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ശ്രീ മനോജിന്റെ അഭിപ്രായത്തോട് താങ്കൾക്ക് പ്രതികരിക്കാം. അല്ലെങ്കിൽ ശ്രീ മനോജ് ഇതുപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കുറെ അധിക പ്രസംഗം നടത്തുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് മനോജ്. ഞാൻ പറയട്ടെ, ഈ ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ എൻ്റെ മാന്യ സുഹൃത്ത് PM മനോജും എന്തിനു വേണ്ടിയാണ് തർക്കിക്കുന്നത്? പാലക്കാടിന് തൊട്ടടുത്താണ് കോയമ്പത്തൂരിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥിയാണ്. ആരാണ് വോട്ട് പിടിക്കുന്നത് അവിടെ? കോൺഗ്രസ്സാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസും CPM-ഉം CPI-യും DMK-യും അതുപോലെ തന്നെ മുസ്ലിം ലീഗും സഖ്യത്തിലാണ്. നിങ്ങൾ എന്ത് ആദർശമാണ് പറയുന്നത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ കിടന്ന് തർക്കിക്കുന്നത്? ഒരു ഫലവുമില്ല, ഒരു ആദർശവും ഇല്ല. തനി അവസരവാദം. ഇവിടെ ലീഗിനെതിരെ പ്രസംഗിക്കുന്നു ആര്? മാർക്സിസ്റ്റ് പാർട്ടി. തമിഴ്നാട് പോയാൽ ലീഗിൻ്റെ തോളത്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണ പറഞ്ഞു കോൺഗ്രസിനും ജയിച്ചേ പറ്റൂ. ആഗ്രഹം നല്ലതാ, പക്ഷെ ആ ആഗ്രഹം നടപ്പാക്കാൻ ജനങ്ങൾ തയ്യാറാവണ്ടേ? 10% താഴെ സീറ്റിലാണ് കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിഞ്ഞത്. ഈ വർഷം അതും പോകും. നിലംപരിശാകും കോൺഗ്രസ്. ജയിച്ചേ പറ്റൂ. കരയിലിട്ട മീനിനെ പോലെ പിടക്കുകയാണ് കോൺഗ്രസ്സുകാർ. എന്തൊക്കെ കളിയാണ് കളിക്കുന്നത്?
ജയിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല. രാജ്യമവിടെ നിൽക്കും, ഭരണം നരേന്ദ്രമോദി നടത്തും. ബാക്കി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ആഗ്രഹിക്കാം. മാർക്സിസ്റ്റ് പാർട്ടി ഒരു സഖാവ് ഇപ്പൊ പറയുന്നത് കേട്ടു, എന്താണ് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്ര ഭരണം. ആരാണ് ഭരിക്കാൻ വേണ്ടി പോകുന്നത്? ഇവിടെ കോൺഗ്രസിനെതിരായിട്ട് സംസാരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഡൽഹിയിൽ എത്തിയാൽ എന്ത് സ്വഭാവമാണ് കാണിക്കാൻ പോകുന്നത്? കഴിഞ്ഞ തവണ 2004 കഥ മനോജ് പറഞ്ഞില്ലേ? 2004 എന്താ സംഭവിച്ചത്? ഇവിടെ പരസ്പരം വാളോങ്ങി മത്സരിച്ച പാർട്ടി അവിടെ പോയിട്ട് മച്ചാ കളിയല്ലേ നടത്തിയത്? അത് ജനാധിപത്യമാണോ? എന്ത് ജനാധിപത്യമാണിത്? അവസരവാദമല്ലേ? ആ അവസരവാദം കളിച്ചതിൻ്റെ ഫലമാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ 2ാമത്തെ പാർട്ടിയായി ജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് ഏറ്റവും ഒടുവിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റ് 10 സീറ്റ് ശ്രീമതി ബിന്ദുകൃഷ്ണ, താങ്കളുടെ അഭിപ്രായം പറയാം. അത് കഴിഞ്ഞാൽ ഞാൻ വൈക്കത്തെ ആൾക്കാരുടെ അഭിപ്രായം കേൾക്കും. ഒന്നാമതായി ശ്രീ PM മനോജ് പറയുകയുണ്ടായി 2004 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പിന്തുണയോടുകൂടി നിങ്ങൾ ഭരിച്ചപ്പോൾ തൊഴിലുറപ്പ് നിയമവും വനാവകാശ നിയമവും ഒക്കെ ഉണ്ടായി എന്ന്. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ ഉത്തരത്തിൽ പല്ലി ഇരിക്കും. പല്ലിയുടെ ധാരണ ആ ഉത്തരത്തെ താങ്ങി നിർത്തുന്നത് പല്ലിയാണെന്നാ. എന്ത് പറയാൻ, അത് അവരുടെ വിശ്വാസമാണ്. അതാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നെ കോൺഗ്രസ് 44-ലായി എന്ന് പറഞ്ഞു. CPM എവിടെയായി? ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടി എന്നുള്ള ആ ഒരു അവകാശം നഷ്ടപ്പെടാതിരിക്കാൻ കിടന്ന് പിടയ്ക്കുന്ന പാർട്ടിയാ കോൺഗ്രസ്. വലുതും CPM ചെറുതുമാണെന്ന് അതുകൊണ്ട് ഞങ്ങൾ ചുരുങ്ങിപ്പോയെന്ന് പറയണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയാ സഖാവ് AKGയുടെ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ഒന്നും വേണ്ട. CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറ. എന്തെങ്കിലും അതിനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? അതുപോലും ഇല്ലാത്തൊരു പാർട്ടി പിന്നെ പറയും മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന്. ഇവിടെ ഈ രാജ്യത്ത് BJP എതിർക്കുന്ന ഏക പ്രസ്ഥാനം കോൺഗ്രസ്സാ. രാജ്യമെമ്പാട് ആസേതു ഹിമാചല വേരോട്ടമുള്ള കോൺഗ്രസ്. നിങ്ങളുടെ മതേതരത്വത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കോൺഗ്രസിനെ നിങ്ങൾ പിന്തുണയ്ക്കത്തില്ല. പിന്നെ കോൺഗ്രസിനെ ഈ തള്ളി പറയുമ്പോൾ ആ ബംഗാളിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അപ്പുറം ഇപ്പുറം 2 കോൺഗ്രസ്സുകാർ പിടിക്കണം. ഈ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലായിക്കോട്ടെ വേറെ എവിടെ ആയിക്കോട്ടെ കോൺഗ്രസിനൊപ്പമല്ലാതെ CPMന് നിൽക്കാൻ പറ്റുമോ? നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം, CPM നടത്തുന്ന കൊലപാതക രാഷ്ട്രീയം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രാഷ്ട്രീയം ഏതുമായിക്കൊള്ളട്ടെ ഓരോ കുഞ്ഞുങ്ങളെയും കൊന്നു തള്ളുന്ന ആ രാഷ്ട്രീയ സ്വഭാവം ഉണ്ടല്ലോ. IPC 302 കേസിലെ പ്രതികളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഈ സംസ്ഥാനം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവരെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന ദയനീയമായ നിലപാടെടുക്കുന്ന CPMന് രാഷ്ട്രീയമായി എന്ത് പ്രസക്തമാണ്? ഞങ്ങൾ 44 സീറ്റുമായിട്ട് വന്നു. ഞങ്ങൾ അതിൽ നിന്ന് ഓരോ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച് കയറുകയാ. ഓരോ സംസ്ഥാനങ്ങളും ഞങ്ങൾ വിജയിച്ച് കയറുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് BJP ഭരണം, ചായക്കച്ചവടക്കാരനായ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിജി, പിന്നാക്കക്കാരനായ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങളുടെ വോട്ടും വാങ്ങിച്ച് 35% ആണെങ്കിൽ പോലും വോട്ട് വാങ്ങി ജയിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിന്റെ സന്തത സഹചാരി ആരൊക്കെയാണുള്ളത്? ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പുവാൻ 5 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കഴിഞ്ഞു എന്ന് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയുകയാണ് എങ്കിൽ ഒരു വീട്ടമ്മയായി ഞാൻ പറയുന്നു, 350 രൂപയ്ക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരിക്കുന്ന അവസാന മാസം ഞാൻ വാങ്ങിയതാ. ഞാൻ അടക്കമുള്ള ഇന്ത്യയിലെ വീട്ടമ്മമാർ, താങ്കളുടെ വീട്ടിലെ ഭാര്യമാർ, അമ്മമാർ, അവർ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരും വീട്ടിലെ സ്ത്രീകൾ വാങ്ങിയതാ. ഇന്ന് ഞങ്ങൾ 1050 രൂപ കൊടുത്ത് വരെ സിലിണ്ടർ വാങ്ങുന്നു. എന്നിട്ട് വന്ന് പറയുക അച്ഛാ ദിനാണെന്ന്. ഈ അച്ഛാ ദിനം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോട്ട് നിരോധനത്തിലൂടെ ഈ രാജ്യത്ത് 150ഓളം ജീവൻ എടുത്തു എന്ന് മാത്രമല്ല എത്ര പേരുടെ ജീവിതം തല്ലിക്കെടുത്തിയത്. നിങ്ങൾ GST കൊണ്ടുവന്ന് ചെറുകിട വൻകിട കച്ചവടക്കാരടക്കം മുഴുവൻ പേരുടെയും ജീവിതം താറുമാറാക്കിയില്ലേ? ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയില്ലേ? അവിടെ ഗോരഖ്പൂരിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ പ്രാണവായുവിന് വേണ്ടി പിടയുമ്പോൾ അവർക്ക് പ്രാണവായു കൊടുക്കാൻ തയ്യാറാകാതിരുന്ന നിങ്ങളുടെ സർക്കാർ. ഓക്കെ, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞോളൂ, താങ്കൾ ഏത് പാർട്ടിയാണ്? എൻ്റെ പേര് അനിൽകുമാർ, ഞാൻ CPM ആണ്, DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി. ഇപ്പം ഇവിടെ ശ്രീമതി ബിന്ദുകൃഷ്ണൻ പറഞ്ഞു, കേരളത്തിൽ കൊലപാതക കേസിലെ ഒരു പ്രതിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുണ്ട്. വടകരയിൽ കേരളത്തിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഈ കഴിഞ്ഞ നിയമസഭയിലേക്ക് മത്സരിച്ചതാണ്. അപ്പോ ആ തരത്തിൽ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടോ? അല്ല, അങ്ങനെ ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞു. പക്ഷെ ആ തരത്തിൽ ഉള്ള പാർട്ടി ഇതിനെക്കുറിച്ച് പറയാൻ അവർക്ക് എന്തോ അവകാശമാണുള്ളത്? ഏറ്റവും കൂടുതൽ കേരളത്തിൽ CPMകാരെ കൊന്നു തള്ളിയിട്ടുള്ളത്
കോൺഗ്രസ്സുകാരാണ്, CPM-കാരെ കൊന്നുകൊണ്ടുള്ള കോൺഗ്രസ്സുകാരാണ്. ഇതിനു മുമ്പത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുന്നു കാണാൻ കഴിയുന്നതാണ്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ GSTയും നോട്ട് നിരോധനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ യുവാക്കളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട കാലഘട്ടം, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ GSTയും ഇതും കൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടു. 45 വർഷക്കാലത്തെ ഏറ്റവും കുറഞ്ഞ തൊഴിൽ നിരക്കാണ് ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതേത് അവസ്ഥയിലാണ് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ BJP മുമ്പോട്ട് കൊണ്ടുവന്നത്? കൊലപാതക രാഷ്ട്രീയത്തിന്റെ BJPയുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഇവിടെ വൈക്കത്തെ അടക്കം ഇവിടെ സാവ് പറഞ്ഞു. വൈക്കം തലവിലപ്പറമ്പിലടക്കം ഒരു പെൺകുട്ടിയെ, സുകന്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നു തള്ളിയത് RSSകാരാണ്. രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ, രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലെങ്കിലും ഈ തരത്തിലുള്ള സമൂഹത്തിൽ നടക്കുന്ന ഈ തരത്തിലുള്ള ചെയ്ലാമകൾ ചെയ്തു കൂട്ടുന്ന പാർട്ടി ഇത് ഏത് തരത്തിലാണ് കേരളത്തിൽ വോട്ട് പിടിക്കാൻ കഴിയുക? പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ BJP ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളുണ്ട്. വിശ്വാസത്തിന്റെ പേരിലും മറ്റു തലത്തിലുള്ള കോപ്രായങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് കേരളത്തിൽ. ഈ കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാതെ BJP പഴയ അവസ്ഥയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് വരെ പാർലമെന്റ് തലത്തിൽ BJPക്ക് സീറ്റ് കിട്ടില്ല. ഈ തലത്തിൽ ആ സീറ്റ് കിട്ടാൻ പോകുന്നില്ല. കിട്ടാതെ അവസ്ഥ വന്നാൽ BJP ഈ കാണിക്കുന്ന കോപ്രായ തരങ്ങൾ അവസാനിപ്പിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. NDAക്ക് ഇവിടെ നിന്ന് പാർലമെന്റ് പ്രതിനിധി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കോട്ടയത്ത് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന PC തോമസ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. പിന്നെ ഈ രക്തസാക്ഷികളുടെ കാര്യം, CPM ആരെങ്കിലും വഴിയിലേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കാല് തട്ടി വീണ് മരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ രക്തസാക്ഷിയാക്കും. അത് ഒരു പാർട്ടിയുടെ ചരിത്രമാണ്. കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ശ്യാം അതുപോലെ തന്നെ സംഭവിച്ചിട്ടുള്ള ഒന്നാണ്. DYFIക്കാർ ഉൾപ്പെടുന്ന കൊലപാതക കേസിൽ DYFIക്കാർ ഉൾപ്പെടെയുള്ള ഒരു കേസാണത്. പിന്നെ രണ്ടാമത് പറഞ്ഞ GST നാട്ടുകാരുടെ നടുവൊടിച്ചിട്ടുണ്ടെങ്കിൽ GSTക്ക് അതീതമായിട്ട് 1% നികുതി കൂട്ടി കേരളത്തിൽ മാത്രമാണ് അങ്ങനെ നിലവിൽ വന്നത്. GST കൂടാതെ 1% അധിക നികുതി, അത് ഡോക്ടർ തോമസ് ഐസക്കാണ് കേരളത്തിൽ. നിങ്ങൾ നടുവൊടിഞ്ഞിരിക്കുന്ന കേരളീയരുടെ പെടലി കൂടി തല്ലുപിടിക്കാൻ വേണ്ടിയിട്ടാണ് 1% അധിക നികുതി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇനിയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് സീറ്റുകളെ സംബന്ധിച്ചാണെങ്കിൽ 9 സീറ്റുള്ള CPM ആണ് 44 സീറ്റുള്ള കോൺഗ്രസിനെ കളിയാക്കുന്നത്. ഇവർ 2 കൂട്ടരും കൂടിയാണ് 341 സീറ്റുള്ള NDA കളിയാക്കുന്നത്. ഞങ്ങൾക്ക് സീറ്റ് വിഭജിക്കാനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ട്. കാരണം 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ അതിലെ സീറ്റുകൾ നിർണയിച്ചതിന് ശേഷം 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ സീറ്റുകൾ BJP നിർണ്ണയിക്കും. BJPക്ക് നിരവധി സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുണ്ട്. അത് BJPയുടെ പാർലമെന്ററി കാര്യ സമിതി തന്നെ നിർണ്ണയിക്കുകയും ചെയ്യും. താങ്കൾ പറഞ്ഞോളൂ. ഇവിടെ ഇപ്പം DYFIയുടെ പ്രിയ സ്നേഹിതൻ പറയുകയുണ്ടായി, വടകരയിൽ അവർ നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥി കൊലപാതക കേസിലെ പ്രതിയാണെന്ന് അവർ അംഗീകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ എൻ്റെ പേര് സോണി സണ്ണി, യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. അതുപോലെ തന്നെ യുവമോർച്ചയുടെ പ്രതിനിധി പറയുകയുണ്ടായി, നടുവൊടിഞ്ഞിരിക്കുന്ന ജനതയുടെ മുകളിലേക്ക് വീണ്ടും 1% സെസ് ഈ കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ജനം ഈ നരേന്ദ്രമോദിയുടെ ഈ ഭരണത്തിന്റെ ഈ നടപടികൾ മൂലം നടുവൊടിഞ്ഞിരിക്കുകയാണെന്ന് അവർ അംഗീകരിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിനെതിരായിട്ടുള്ള അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളെ 2ആയി വേർതിരിക്കുന്നു. ഒന്ന്, BJPക്കും സംഘപരിവാറിനും എതിരായി പറയുന്നവർ രാജ്യദ്രോഹികളും അവരെ സ്തുതി പാടുന്നവരെല്ലാവരും രാജ്യസ്നേഹികളാകുന്നു. നാഥുറാം ഗോഡ്സെ അടക്കം രാഷ്ട്രപിതാവിനെ ഇവിടെ കൊന്ന നാഥുറാം ഗോഡ്സെയ്ക്കാണ് ഇവർ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്ത് ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ പ്രത്യേകിച്ച് കോട്ടയത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും UDFന് വോട്ട് നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഞാൻ വരുന്നു. രാഷ്ട്രീയ നിരീക്ഷകനായ സജീവൻ നമ്മുടെ ഇപ്പോൾ ചേരുന്നു. ശ്രീ സജീവൻ, താങ്കൾക്കറിയാം വൈക്കത്തെ ജനാവലിയുടെ ഒരു അഭിപ്രായം താങ്കൾ കേട്ടല്ലോ. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകളാണ്. ഇതിനെക്കുറിച്ച് ശ്രീ സജീവന്റെ ഒരു അഭിപ്രായം എന്തായിരിക്കും ഇത്രയും ചർച്ച കേട്ടപ്പോൾ? ഇവിടെയുള്ള ആളുകൾ സംസാരിച്ച കാര്യം മാത്രം വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഇതാണ് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്നത്. എല്ലാ ആളുകളും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളാണ്, രാഷ്ട്രീയമായിട്ട് ഓരോ വിശ്വാസമുള്ള ആളുകളാണ്. അതുകൊണ്ട് വോട്ടിൽ നല്ലൊരു ശതമാനവും ഇതേ രീതിയിൽ രാഷ്ട്രീയമായിട്ട് മാത്രമാണ് പോവുക. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ സ്ഥാനാർത്ഥിയുടെ ഗുണം കൊണ്ട്, സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത കൊണ്ട്, ജനങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാനുള്ള സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് മാത്രമേ ജയിക്കാനാകൂ.
അവിടെയാണ് ഇവിടെ നമ്മൾ നോക്കേണ്ട എത്ര സ്ഥാനാർത്ഥികൾക്ക് ആ കഴിവുണ്ട് എന്ന്. ഇപ്പം ഞാനിപ്പോൾ ഇനി പ്രഖ്യാപനം വരാനുള്ള കോൺഗ്രസിൻ്റെയും BJPയുടെ ഒക്കെ സ്ഥാനാർത്ഥികളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ആരൊക്കെ ആയിരിക്കുന്നു. പക്ഷേ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ പല ആളുകളും വളരെ കഴിവ് കുറഞ്ഞ ആളുകളാണ്, പല ആൾക്കും അതിന് സാധ്യത കുറവാണെന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ നാട്ടിലെ ആളുകൾ, ആ പ്രദേശത്തെ ആളുകൾ തന്നെ പറയുന്നത് ഈ ആൾ വേണ്ട, ഞങ്ങൾക്ക് ഇന്നയാൾ തന്നെ വേണം എന്ന് പറയും. ഇവിടെ ഈ ജനങ്ങളുടെ ഈ ആവശ്യം മനസ്സിലാക്കാൻ പാർട്ടികൾക്ക് കഴിയാതെ പോകുന്നു. ജനങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് മാത്രം ജയിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലത്ത് അതിനുള്ളൊരു ശ്രമം അവിടെ ഒരു തുടക്കം. ഞാൻ CPM അനുകൂലമായിട്ട് പറയല്ല. CPM ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് സിറ്റിംഗ് MLA-മാരെ വെച്ചുകൊണ്ട് പോലും അവിടെ നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാനോ നിലവിലുള്ള സീറ്റ് പിടിച്ചു നിർത്താനോ ഒക്കെ ശ്രമിക്കുന്ന ഒരു പ്രവണത നമുക്കറിയാം. ആലപ്പുഴ അവർക്ക് പിടിച്ചെടുക്കണം, കോഴിക്കോട് അവർക്ക് പിടിച്ചെടുക്കണം, ഇങ്ങനെ ഓരോ സ്ഥലത്തും അവർ പിടിച്ചെടുക്കാൻ വേണ്ടി അവരങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ വെക്കുന്നു. വടകരയിൽ പോലും വെച്ച് ഇപ്പം കൊലക്കേസ് പ്രതി എന്നൊക്കെ പറയും. തീർച്ചയായിട്ടും CBI കേസിലെ കൊലക്കേസ് 302 പ്രതിയാണ്. പക്ഷേ അവിടെ പോലും അവർ കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വയ്ക്കാവുന്ന ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ്. അതിന് പകരമായിട്ട് ഇങ്ങനെ CPM വെച്ചുകൊണ്ട് അല്ലെങ്കിൽ LDF ഇങ്ങനെ സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ട് BJPക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അതിൽ ഒന്നും ചെയ്യാനില്ല എന്നല്ല, പക്ഷെ ചെയ്യേണ്ടിടത്ത് നല്ല സ്ഥാനാർത്ഥികൾ വെക്കാൻ പറ്റുന്നില്ല. പിന്നെ BJPയുടെ കാര്യത്തിൽ ഇപ്പോൾ കുഞ്ഞുകണ്ണൻ പറഞ്ഞ പോലെ ഇവിടെ ധാരാളം ആളുകളിവിടെ മത്സരിക്കാണ്ട് കഴിവുള്ള ആളുകളുണ്ടെന്നൊക്കെ പറയും. പക്ഷേ അവർക്കാകെ കിട്ടാൻ സാധ്യത ഉണ്ട്. കഴിഞ്ഞ 2014 പോലും അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സീറ്റായിരുന്നു തിരുവനന്തപുരമാണ്. അവിടെ പോലും നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണ് 2014 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് അവർ പോയത്. അത് സ്ഥാനാർത്ഥിയുടെ ഒരു ഗുണം കൊണ്ട്, ജനകീയനായ ഒരു സ്ഥാനാർത്ഥി അന്ന് മത്സരിച്ചുകൊണ്ടാണ്. അതേപോലെ ഇപ്പോൾ ഒരു പക്ഷേ അവർ കുമ്മനത്ത് വയ്ക്കുന്നു, അവർ പക്ഷേ അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ ജനകീയനാവാൻ കഴിഞ്ഞേക്കും. പക്ഷേ മറ്റ് പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ കടിപിടി കൂടുകയാണ്. ഇതുകൊണ്ട് ഈ കടിപിടി കൂടൽ ജനം കാണും. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ആ മുന്നണിയുടെയോ പാർട്ടിയുടെയോ ഒക്കെ ഒരു സാധ്യത ജനം അളക്കുന്നൊരവസ്ഥയിലേക്ക് പോകും. എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ആരിപ്പോൾ ബിന്ദു കൃഷ്ണയുടെ പാർട്ടി കോൺഗ്രസ് അവർ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ വയ്ക്കുക എന്നുള്ളതാണ്. ആ സ്ഥാനാർത്ഥികൾ വെക്കുന്നിടത്ത് ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലുള്ള വിന്നബിലിറ്റി എന്ന് പറയുന്ന ഏറ്റവും മുന്നോട്ടേക്ക് വെച്ച ആശയം അത് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവുക. സജീവൻ ഞാൻ വരുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, എന്തെങ്കിലും താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടോ? തീർച്ചയായും ശ്രീ സജീവൻ അദ്ദേഹത്തെ പോലെയുള്ള അഭ്യുദയകാംക്ഷികളുടെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നല്ല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആ ഒരു ആവശ്യത്തെ മാനിക്കുന്നു. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഒരു സുപ്രഭാതത്തിൽ CPM-നെ പോലെ കേഡർ സ്വഭാവത്തെ പോലെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു തീരുമാനം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് തിരുവായ്ക്കെതിരെ മിണ്ടാൻ കഴിയില്ല. കോൺഗ്രസിൽ എല്ലാവിധ അഭിപ്രായങ്ങളും വ്യത്യസ്തങ്ങളായ കോണുകളിൽ വരുന്ന അഭിപ്രായങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം അതൊരു സമന്വയത്തിൽ എത്തിച്ചേരാൻ സമയമെടുക്കും. എല്ലാ തവണയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇതുപോലുള്ള വിവിധങ്ങളായ പ്രോസസ്സുകൾ വിശേഷിച്ച് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും തലനാരിഴകേറി പരിശോധിച്ച് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം അന്തിമമാകും. അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ ആദ്യം ഞാൻ സൂചിപ്പിച്ചത് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥികൾ കേരളത്തിലെ ജനങ്ങൾ സ്വീകാര്യരായിരിക്കും. ആ സ്ഥാനാർത്ഥികൾ കൊലക്കേസ് പ്രതികളായിരിക്കില്ല, ആ സ്ഥാനാർത്ഥികൾ കയ്യേറ്റക്കാരായിരിക്കില്ല, ആ സ്ഥാനാർത്ഥികൾ ജനവിരുദ്ധരായിരിക്കത്തില്ല. ആ സ്ഥാനാർത്ഥികൾ നിശ്ചയമായും കേരളത്തിലെ ജനങ്ങൾക്ക് അഭിമാന ബോധത്തോടു കൂടി വോട്ട് ചെയ്യാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അറിവ് വെച്ചിട്ടുള്ള നാളെ തന്നെ ഇത് പ്രഖ്യാപിക്കപ്പെടുക തന്നെ ചെയ്യും. ചെറിയ പാർട്ടിയാണ് CPIM, വളരെ ചെറിയ പാർട്ടിയാണ്. രണ്ട് മക്കളോട് ഒരു മുറിയിൽ എന്തെങ്കിലും സാധനം നിറച്ച് വെക്കാൻ അച്ഛൻ പറഞ്ഞു. ഒരു മകൻ വൈക്കോല് കൊണ്ട് നിറച്ചു, അടുത്ത മകൻ ഒരു വിളക്ക് കത്തിച്ച് വെളിച്ചം കൊണ്ട് നിറച്ചു. അപ്പോൾ ഈ വെളിച്ചം ചെറിയ വെളിച്ചമാണ്, ഞങ്ങൾക്ക് ആ വെളിച്ചം മതി. ഇവിടെ ഇപ്പോൾ BJPക്ക് 2 സ്ഥാനാർത്ഥികളെ സംഭാവന ചെയ്തത് ആരാന്നറിയോ? ഒരാൾ വടക്കനാണ് സ്ഥാനാർത്ഥി BJPയുടെ, രണ്ടാമത്തെ സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണനാണ്. റിക്രൂട്ടിംഗ് ഏജൻസി എവിടെയാ? കോൺഗ്രസ്. അപ്പോൾ BJPക്ക് ഒരു തരത്തിൽ സന്തോഷിക്കാം, കാരണം ഇവർ കോൺഗ്രസ് വേസ്റ്റ് തള്ളുകയാണോ എന്നൊക്കെ പറയേണ്ടത് ബിന്ദു കൃഷ്ണയാണ്. പക്ഷേ കോൺഗ്രസ് BJPക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത്. 2 കോൺഗ്രസിന് സ്വന്തമായ സ്ഥാനാർത്ഥികളെ കിട്ടുന്നുമില്ല. ഈ കിട്ടുന്നുണ്ടെങ്കിൽ ഇവർ വലിയ പാർട്ടിയല്ലേ, വലിയ പാർട്ടിക്ക് വലിയ സംവിധാനം ഉണ്ടാവുമല്ലോ.
ഈ വലിയ സംവിധാനത്തിൽ വടകര ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ, അല്ലെങ്കിൽ വയനാട്ടിൽ ഇവർ ഐക്യത്തോടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇത്രയും നാൾ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം വരുമെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. ബി ജെ പിയുടെ കാര്യം പോട്ടെ, ബി ജെ പി കേരളത്തിൽ ജയിക്കാനൊന്നുമല്ലല്ലോ മത്സരിക്കുന്നത്. ബി ജെ പി ആകെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരാളെ ജയിപ്പിച്ചു. ആ ജയിപ്പിച്ച ആൾ എങ്ങനെയാണ് നിയമത്തിൽ നിന്ന് ജയിച്ചത്? കോൺഗ്രസിൻ്റെ ചിലവിൽ. കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു, ബി ജെ പിക്ക് വോട്ട് കിട്ടി. അതാണല്ലോ ഇപ്പോൾ ത്രിപുരയിലെ കഥ. ത്രിപുരയിൽ 40% വോട്ടുണ്ടായിരുന്നു കോൺഗ്രസ്സിന്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2%. എവിടെ പോയി? ബി ജെ പി കൊണ്ടുപോയി. PCC അധ്യക്ഷനെ പോലും കൊണ്ടുപോയി. എത്ര മുഖ്യമന്ത്രിമാരെ കൊണ്ടുപോയി. വൈക്കത്തുകാരോടൊന്ന് സംസാരിക്കുന്നോ? താങ്കൾ വൈക്കത്തുകാരോടൊന്ന് സംസാരിക്കുന്നോ? ഒരു സെക്കൻഡ്, അവർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ശ്രീ മനോജിനോട് ചോദിക്കാനുണ്ടോ? അല്ല, താങ്കൾ അതേ പാർട്ടിയല്ലേ? താങ്കൾ അല്ലാത്ത ഏതെങ്കിലും പാർട്ടിക്കാർ ഇദ്ദേഹത്തിന്? ശ്രീ മനോജ്, താങ്കളുടെ പാർട്ടി BJP ആണോ കോൺഗ്രസ് ആണോ? കോൺഗ്രസ് ആണ്. ഒരു കോൺഗ്രസ്സുകാരൻ വൈക്കത്ത് നിന്ന് ജില്ലാ സെക്രട്ടറിയാണ് PN ബാബു. PN ബാബു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് ഒരു ഇരുമ്പ് മറയിൽ സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയല്ലത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ. അവിടെ എന്ത് നടക്കുമെന്ന് ആർക്കും അറിയില്ല. പണ്ട് ലാസ്റ്റ് നോഷൻ പെരിസ്കോയും റഷ്യയിലുണ്ടായ കാര്യം നമുക്കറിയാം. ഓർമ്മച്ചമാണെന്ന് പൊട്ടിച്ചറിഞ്ഞത് നമുക്കറിയാം. ആ കാര്യം അതൊക്കെ ചോദിക്കുകയാണ്. മനോജ് ഞെട്ടണം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇന്ന് അടിസ്ഥാനപരമായി കോൺഗ്രസ് സീറ്റുകൾ കുറവാണ് ഇന്ത്യയിൽ സമ്മതിക്കുന്നത്. പക്ഷേ എല്ലാ തലങ്ങളിലും ഇന്ന് കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനം കോൺഗ്രസ് അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് വേറെ പ്രസ്ഥാനമില്ല. അങ്ങനെയുള്ള പ്രസ്ഥാനത്തിന് നേരിയ തോതിൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ജനാധിപത്യ പ്രസ്ഥാനമാണ്. ജനാധിപത്യ പ്രസ്ഥാനമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. പക്ഷേ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി നിർണയം ബന്ധപ്പെട്ട് ഉള്ള ഞങ്ങൾ നിൽക്കുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ദേശീയ കാഴ്ചപ്പാടുണ്ട്. ദേശീയ തലത്തിൽ ഈ രാജ്യത്തിൻ്റെ പൈതൃകമായ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നശിപ്പിക്കുന്ന മതാധിഷ്ഠിതമായ BJPക്കെതിരായി, സംഘപരിവാറിനെതിരായി, RSSനെതിരായി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവർക്കെതിരായുള്ള മുന്നേറ്റമായിട്ടാണ് കോൺഗ്രസ് ഇത്തരത്തിൽ കാണുന്നത്. അല്ലെ, നിങ്ങൾ രണ്ടുപേരും ഡൽഹിയിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈവെക്കൂ. അതൊക്കെ രാഷ്ട്രീയമാണ്. അതൊക്കെ രാഷ്ട്രീയം ഉണ്ടാകട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മതേതരത്തെ നശിപ്പിക്കുന്ന രാഷ്ട്രീയം നമുക്കറിയാമല്ലോ. BJP എന്ന് പറയുന്നത് മനോജ് പറഞ്ഞത് എന്താ? അല്ല, ചോദ്യം ചോദിച്ചാലേ മറുപടി പറയാൻ പറ്റൂ. മനോജ് ചോദിക്കട്ടെ. മനോജേ, നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളുടെ മാത്രമാണോ വിഷയമുള്ളത് ഇവിടെ രാജ്യത്ത്? ഒരു സെക്കൻഡ്, സ്ഥാനാർത്ഥികളെ 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയം പറയാനുള്ളത് ഇന്ത്യയിൽ? പറഞ്ഞോളൂ. ഇരുമ്പ് മറയൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു മറ വേണ്ടേ? നാണം മറക്കണ്ടേ? ഈ നാണം മറക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ആ ഒരു മറയുമില്ലാതെ നാണമില്ലാതെ നടക്കുന്നത് കൊണ്ടുള്ള അപകടമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ കിട്ടാത്തത്. ഇപ്പോൾ പറഞ്ഞല്ലോ എന്തൊക്കെ നിലപാടുകളാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായൊരു നിലപാട് വേണ്ടേ? അപ്പോൾ ഈ നാണമില്ലായ്മയാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ ഞാൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല, മറയില്ല നിങ്ങൾക്ക്, അതാണ് വിഷയം. അദ്ദേഹം തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തെ കാര്യം തന്നെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് സീറ്റ് കച്ചവടത്തിന് നേതൃത്വം കൊടുത്ത് അതിന് പാർട്ടി നടപടിയെടുത്തിയ ആളെയാണ് ഇത്തവണ തിരുവനന്തപുരത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ അത് പ്രത്യക്ഷമായിട്ട് സീറ്റ് കച്ചവടത്തിന് അവർ തയ്യാറാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ. കാരണം BJP ജയിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സീറ്റ് കച്ചവടം പതിവാണ് ഇവിടെ. കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടപടിയെടുത്ത് മാറ്റി നിർത്തിയ ആളെയാണ് വീണ്ടും അവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത്. മനോജ്, താങ്കൾക്ക് മറുപടി പറയാനുണ്ടോ? തീർച്ചയായും കേരളത്തിലെ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിലൊന്ന് തിരുവനന്തപുരത്താണ്. അത് സഖാവ് C. ദിവാകരനാണ്. ആ C. ദിവാകരൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ ചർച്ച ചെയ്തതിന് ശേഷമാണ് നെടുമങ്ങാട് മത്സരിച്ച് ജയിച്ച് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന നെടുമങ്ങാട് പാലോട് രവി എന്ന സ്ഥാനാർത്ഥിയെ, ചിരപരിചിതനായ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് കേരള നിയമസഭയിലേക്ക് അട്ടിമറി വിജയം നേടിയെത്തിയത്. ആ സഖാവ് C. ദിവാകരനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. ഞങ്ങൾ ഈ
പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ മത്സരിപ്പിക്കുകയാണ്. ആ മത്സരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താ ഇപ്പൊ പ്രശ്നം? ബഹുമാനപ്പെട്ട ബിന്ദു കൃഷ്ണനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇവിടത്തെ വടകര നിയോജക മണ്ഡലത്തിലെ ഒരു കള്ളക്കേസിൽ കുടുക്കി എന്നത് സത്യമാണ്. ഞങ്ങൾ അതിനെ അങ്ങനെ തന്നെ കാണുന്നു. 2 കേസുകൾ ഇവിടെ നിൽക്കുക. ഒന്ന്, തിരുവനന്തപുരത്ത് ഒരാള് മത്സരിക്കുന്നുണ്ട്, സ്വന്തം ഭാര്യയെ കൊന്നത് ഈ നാടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എറണാകുളം നിയോജക മണ്ഡലത്തിൽ അല്ല, ഏതായാലും അതാകെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പ്രേരണ തന്നെയാണെങ്കിലും ഇതെന്താണെന്ന് തെളിയുന്നത് വേറെ കേസാണല്ലോ. ഇതിപ്പോ വടകരയിൽ ജയരാജ് മത്സരിക്കുന്നത് ഒരു തെളിവുമില്ല, അത് കോടതി തെളിയിക്കേണ്ട കാര്യം. ഇപ്പൊ IB ഈഡൻ എറണാകുളത്ത് മത്സരിക്കുക, അദ്ദേഹം പീഡന കേസിലാണെന്ന് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ഒരു വനിത എന്ന നിലയിൽ ഈ ബിന്ദു കൃഷ്ണയ്ക്ക് പറയാൻ ചോദിക്കുക. ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ തത്സമയ പരിപാടിയിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ ഒരു ഷോക്കേറ്റിരിക്കുക. താങ്കൾ പറഞ്ഞോളൂ. CPM-നെ അറിയാവുന്നവർക്കൊന്നും ഷോക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാലത്തും CPM ഇങ്ങനെയാണ്, യാതൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളങ്ങ് പറയും. ഹിറ്റ്ലറുടെ മന്ത്രിസഭയിലെ മന്ത്രിയായ ഗീബൽസിന്റെ പിന്മുറക്കാരാണെന്ന് എത്രയോ ഉദാഹരണങ്ങൾ സഹിതം നമുക്കറിയാവുന്നതാ. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിക്കെതിരായി അത്തരമൊരു കേസുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബദ്ധവൈരികളായ രാഷ്ട്രീയ എതിരാളികൾ 5 വർഷം എല്ലാ അധികാരങ്ങളോടും BJP ശ്രീ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ പോലീസ്, ഡൽഹി പോലീസ് എല്ലാ വഴികളിലൂടെ ആലോചിച്ചിട്ടും ശ്രീ ശശി തരൂരിനെതിരായിട്ട് ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ല എന്നത് തെളിയിക്കുന്നത് ആ കേസിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന വസ്തുതയാണ്, പകൽ പോലെ വസ്തുതയാണ്. അത് സഖാക്കൾക്ക് ഇനി മനസ്സിലാകണമെങ്കിൽ 10 വർഷം കഴിയും. 10 വർഷം കഴിയുമ്പോൾ സഖാക്കൾ പറയും ഡോക്ടർ ശശി തരൂർ എത്രയോ നല്ലവനായിരുന്നു, അന്ന് ഞങ്ങൾ പറഞ്ഞത് ചരിത്രപരമായ വിഡിത്തമാണ് എന്ന്. ഇവർ എന്ത് പറയുന്നു ഇവർക്കറിയില്ല. ഇവരോട് പൊറുക്കണമേ എന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. മറ്റ് ഏത് കേസിലാണ് IB ഈഡനെതിരായിട്ട് കേസ്? ലജ്ജയില്ലേ CPM? എന്നോട് ചോദ്യം ചോദിച്ച സഖാവ് ഒരു ചെറുപ്പക്കാരനല്ലേ? ആ സരിത ഇല്ലെങ്കിൽ പിന്നെ CPM ഇല്ല എന്ന് പറയുന്ന അങ്ങേയറ്റം നേരുകേടല്ലേ? സരിത ഇല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ഇല്ല എന്ന് പറയുന്നത് നാണമില്ലേ? വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞൂടെ? നിങ്ങൾക്ക് കമ്മ്യൂണിസം പറഞ്ഞൂടെ? ഒരു സരിതാ നായരെ വെച്ചുകൊണ്ട് അവരുടെ വാക്കിന് മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ലജ്ജയില്ല, നാണക്കേട്. നിന്റെ പേരോ CPM? ഒരു സംശയമുണ്ട്. ഒരു വനിത, അത് ആരായാലും, കോൺഗ്രസ്സുകാരിയായാലും CPM-കാരിയായാലും മറ്റേത് പാർട്ടിക്കാരിയായാലും ഒരു പാർട്ടി ഇല്ലാത്തവരായാലും, ഒരു വനിത തന്നെ ഇന്ന ആളുകൾ, ഇന്ന പുരുഷന്മാർ പീഡിപ്പിച്ചു എന്ന് നിയമത്തിൻ്റെ മുന്നിൽ ഒരു പരാതി നൽകിയാൽ എന്താണ് സർക്കാരിന്, പോലീസിന്, നിയമ സംവിധാനത്തിന് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് അങ്ങനെ ഒരു പരാതി നൽകുന്ന വനിതയെക്കുറിച്ച് ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ അഭിപ്രായം എന്താണ്? ശബ്ദം പോയെന്ന് പറഞ്ഞു. ശ്രീ മനോജ്, ശ്രീമതി ബിന്ദു കൃഷ്ണ അത് കേൾക്കാൻ പറ്റിയിട്ടില്ല, ഒന്നുകൂടെ ചോദിക്കുമോ? ചുരുക്കി താങ്കൾ ഒന്നുകൂടെ ചോദിക്കുക. ശ്രീമതി ബിന്ദു കൃഷ്ണ താങ്കളുടെ ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറായിരിക്കുക. ഒരു വനിത പീഡിപ്പിക്കപ്പെട്ടു എന്ന് നിയമ സംവിധാനത്തിന് മുന്നിൽ പരാതി പറഞ്ഞാൽ എന്താണ് പോലീസ് ചെയ്യേണ്ടത്, എന്താണ് നിയമത്തിന് ചെയ്യാനാവുക എന്ന് ബിന്ദു കൃഷ്ണയുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എൻ്റെ അഭിപ്രായം പകൽ പോലെ വ്യക്തമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വനിത പോലീസിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്താൽ നിയമ നടപടികൾ എടുക്കണം. ഇമ്മീഡിയറ്റ് അറസ്റ്റ് വിതൗട്ട് ക്വസ്റ്റ്യനിങ്. അതാണ് എന്തേ പിണറായി വിജയന്റെ പോലീസ് ഈ പറഞ്ഞ നിങ്ങൾ ആരോപിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ഭയപ്പെടുന്നു? എന്തേ നിങ്ങൾ നിശ്ചയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യാൻ തെളിവില്ല, നടപടിക്രമം നടത്താൻ നിവർത്തിയില്ല എന്ന് നിലവിളിക്കുന്നു? ഞങ്ങൾ ഇടപെട്ടോ? കോൺഗ്രസ്സുകാർ ആരെങ്കിലും സരിത ഉയർത്തിയ സ്ത്രീപീഡന ആരോപണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ ഒളിപ്പിച്ചുകൊണ്ട് വെച്ചോ? ഇല്ലല്ലോ. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, എവിഡൻസ് ആക്ട് അടക്കമുള്ള ഈ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് നിൽക്കുന്ന ഞങ്ങൾ. എന്തേ നിങ്ങൾ ഭയപ്പെടുന്നത്? അതിന്റെ അർത്ഥം അത് അടിസ്ഥാനരഹിതമായ കേസാണെന്ന് ശ്രീ മനോജിന്റെ നെഞ്ചത്ത് വെച്ച് അദ്ദേഹത്തിനും അറിയാം, കേരളത്തിലെ പോലീസിനും അറിയാം, ശ്രീ പിണറായി വിജയനും അറിയാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, സരിത എസ് നായർ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ CPM പിരിച്ചുവിടേണ്ട ഗതികേടാകുമായിരുന്നല്ലോ എന്നോർത്ത് നിങ്ങളെ ഒത്ത് സഹതപിക്കാനേ കഴിയൂ. ഞാൻ മാത്രമല്ല, വിഷമമൊന്നുമില്ല. അവിടെ ആരൊക്കെ ഉണ്ടാവും, ആ കേസ് നടന്നാൽ ആരൊക്കെ അവശേഷിക്കും, ആരാണ് ഈ പണിയൊക്കെ നടത്തിയതെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും ആ ലിസ്റ്റിലില്ല കേട്ടോ.
ശ്രീമതി ബിന്ദുകൃഷ്ണ ഞങ്ങളുടെ ലിസ്റ്റിൽ ഒരാളുമില്ല. ഇവിടെ വിളിച്ചു പറഞ്ഞ കേസ് ഇപ്പൊ സരിത മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പേടിച്ച് ഒളിച്ചോടുന്ന ആളുകൾ CPM കാരല്ല, അത് ഉമ്മൻചാണ്ടിയാണ്, അത് ഹൈബീഡനാണ്, അല്ല അതുപോലെ അത് KC വേണുഗോപാലാണ്. ഇവരൊക്കെ ഒളിച്ചോടുന്ന എന്തിനാ? നമ്മൾ വിചാരിച്ച് തോക്കുമെന്ന് വിചാരിച്ചിട്ടാണെന്ന്. തോൽക്കുന്നൊന്നുമല്ല, ഇതൊക്കെ ചർച്ചയാവുമെന്ന് വിചാരിച്ചുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ തർക്കത്തിനില്ല. അത് സരിതയും നിങ്ങളും തമ്മിൽ തീർത്തുകൊള്ളുക. കാരണം ഞങ്ങളതിന് കക്ഷിയല്ല. നിങ്ങളാണ് കാശ് കൊടുത്തതും ബിസിനസ് നടത്താൻ പണിയെടുപ്പിച്ചതും നശിപ്പിച്ചതും ഒക്കെ നിങ്ങളാണ്, ഞങ്ങളല്ല. കോടിയേരി ബാലകൃഷ്ണൻ അങ്കിളിന്റെ പ്രിയപുത്രിയല്ലേ CPM മൊത്തമായി ചില്ലറയായി ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എന്താ? ഞങ്ങൾക്ക് ഭയമില്ല. അതൊക്കെ നിങ്ങൾ പറഞ്ഞോ? ഈ വൈക്കത്തുകാരോടല്ലേ പറയുന്നത്, അവർക്കത് ബോധ്യപ്പെടും. കുഞ്ഞിക്കണ്ണനോട് താങ്കൾക്ക് ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. പറഞ്ഞോളൂ. PM മനോജിനോട് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ സ്ത്രീപീഡനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ 2 ജില്ലാ സെക്രട്ടറിമാരെ മാറ്റിയതിനെ കുറിച്ച് എന്തടിസ്ഥാനത്തിലാണ് ശ്രീ ഗോപി കോട്ടമുറിക്കലിനെ മാറ്റിയത്, അതുപോലെ തന്നെ P ശശിയെ മാറ്റിയത്? ഈ അടുത്ത കാലത്ത് PK ശശി MLA ക്ക് ഉണ്ടായ ആരോപണത്തിൽ എന്ത് നിയമം, ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ഇവർക്ക് ബാധകമല്ലേ? ഇതാണ് എനിക്ക് ശ്രീ മനോജിനോട്. അതേപോലെ മനോജ് ഒരു കാര്യം കൂടി പറഞ്ഞു, ശ്രീ ടോം വടക്കൽ അപ്പുറത്ത് സ്ഥാനാർത്ഥിയാകുന്നു. പക്ഷേ ടോം വടക്കനും അപ്പുറത്ത് കേരളത്തിൽ ഒരു MLA ആയിരുന്ന ആളെ കേന്ദ്രമന്ത്രിയായി സംഭാവന ചെയ്ത പാർട്ടിയല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന്. അൽഫോൺസ് കണ്ണന്താനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അൽഫോൺസ് കണ്ണന്താനം ഏത് പാർട്ടിയിലായിരുന്നു? അദ്ദേഹം BJP ചേർന്ന് ഏത് പാർട്ടിയിൽ നിന്ന് MLA ആയതിനു ശേഷം? അപ്പൊ കോൺഗ്രസിൽ നിന്ന് സ്ഥാനം കിട്ടാതെ പോകുന്ന ആളുകളെ അപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുന്നു? സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയല്ല. ഇന്ത്യ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മതേതര പാർട്ടി അധികാരത്തിൽ വരണമെന്നുള്ള താങ്കൾക്ക് മറുപടി പറയാം. സഖാവിനോട് ഒരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ മറുപടി പറയാം. CPM നടപടി ഉണ്ടായിട്ടുണ്ട്. CPM ആരെങ്കിലും സ്ത്രീകൾക്കെതിരായി എന്തെങ്കിലും കാര്യം ചെയ്താൽ നടപടി ഉണ്ടാവും, അന്വേഷണം ഉണ്ടാവും. ഇവിടെ അതില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു വനിത വിളിച്ച് പറയുന്നു, എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവിടെ കൊണ്ടുപോയി, ഇവിടെ കൊണ്ടുപോയി, കാശ് വാങ്ങി, എന്നെ ചൂഷണം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് സരിതാ നായർ മോശക്കാരിയാണെന്ന് ഒരു വനിതയാണ് ഇവിടെ വന്ന് പറയുന്നത്. CPM നടക്കില്ല. CPM ഏതെങ്കിലും തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയാൽ പോലും അവർക്കെതിരെ കർക്കശമായ നടപടി CPM എടുക്കും. എന്താ സംശയം? അതാണല്ലോ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നത്. മനോജ്, ഒരു വിക്ടിമിന്റെ പേര് ഇങ്ങനെ പറയുന്നത് നിയമവിരുദ്ധമല്ലേ? കോൺഗ്രസ്സുകാരന് ഒരു വിഷമം വേണ്ട. CPM അതിൽ വളരെ കൃത്യമായ നിലപാടുള്ള പാർട്ടിയാണ്. പിന്നെ രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ കാര്യം. കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണെന്ന് ശ്രീമതി ബിന്ദുകൃഷ്ണൻ തന്നെ ഇവിടെ പറഞ്ഞു. ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഇവരൊക്കെ ചേർന്നതാണ്. അതിൽ ഈ സരിതാ നായർ പറഞ്ഞ വിവിധ സ്വഭാവ വിശേഷങ്ങളുള്ള ആളുകളുണ്ട്. ആ ആളുകളുടെ സ്വഭാവവിശേഷത്തെ മുഴുവൻ നിങ്ങൾ ന്യായീകരിക്കാനാണ് പോകുന്നതെങ്കിൽ അപകടത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആ ചർച്ച ഞാൻ താങ്കളിലേക്ക് വരാം. എന്താ പറയാമെന്ന് താങ്കൾ ഒരു സെക്കൻഡ് സംസാരിക്കാതെ. ഇവിടെ പ്രാദേശികമായിട്ട് ചർച്ച നടന്ന കാര്യങ്ങളെ പറ്റി തന്നെ പറയാം. എന്റെ പേര് വിനു വിശ്വം. ഞാൻ BJPയുടെ നിയോജകമണ്ഡലം സെക്രട്ടറിയാണ്. അത് ഇവിടെ പ്രാദേശികമായിട്ടുള്ള കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുകയുണ്ടായി ഗോഡ്സെയുടെ കാര്യം. അദ്ദേഹത്തിന്റെ നേതാവ് തന്നെ കോടതിയിൽ പറഞ്ഞ് അദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞ് പോരേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ട്. അത് അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അടുത്ത ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. രാഹുൽ ഗാന്ധി ഒന്നും മാപ്പ് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞിട്ടില്ല. ഒരു ചോദ്യം ചോദിക്കാം. കാര്യതറിയോ വൈക്കത്തുകാർ കൂവന് വിദഗ്ധരാണെന്ന് ഇതിനകത്ത് സാറേ ഒരു കാര്യം, ഇവിടെ ബിന്ദുകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ വിളിച്ചു പറയുന്നു CPIM അല്ലെങ്കിൽ ഇത്തരം ആളുകളെ പീഡനക്കാരെയൊക്കെ സംരക്ഷിക്കുന്നു. ഞങ്ങൾ ആരെയും സംരക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് കൃത്യമായി നടപടി കൊടുക്കുവാൻ ഒരു മടിയും കാണിക്കുന്നു. പക്ഷേ പാർട്ടിക്ക് കൊടുത്ത പരാതി അതുപോലെ ശ്രീ കുഞ്ഞിക്കണ്ണൻ, വൈക്കത്തുകാരുടെ അഭിപ്രായങ്ങൾ കേട്ട് കാണുമല്ലോ. താങ്കളുടെ അഭിപ്രായം ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് ശ്രീ കുഞ്ഞിക്കണ്ണൻ.
വൈക്കത്ത് ചില ആൾക്കാരുടെ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് എന്നാണ് അവരുടെ വർത്തമാനം കേട്ടപ്പോൾ തോന്നുന്നത്. കാരണം വെച്ചാൽ BJP ഒരു മതാധിഷ്ഠിത പാർട്ടിയല്ല, മതസൗഹാർദ്ദത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന പാർട്ടിയാണ്. മതാധിഷ്ഠിത പാർട്ടിയല്ല ആണെന്നുള്ള ധാരണയിൽ ചില സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് കേട്ടു. അല്പം കൂടി BJPയെ മനസ്സിലാക്കണം. രാജ്യം മുഴുവൻ പടർന്ന് പന്തലിച്ചിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ന് BJP. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പാർട്ടി, ഏതാണ്ട് 12 കോടിയിലധികം അംഗങ്ങളുള്ള ഒരു പാർട്ടി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും അത്ര അംഗസംഖ്യയില്ല. അങ്ങനെ ഒരു പാർട്ടി എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വൈക്കത്തെ എൻ്റെ സുഹൃത്തുക്കൾ തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നരേന്ദ്രമോദിയുടെ 5 വർഷത്തെ ഭരണത്തെക്കുറിച്ചിട്ട് നേരത്തെ ബിന്ദു കൃഷ്ണ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. 1200 രൂപ ഈ ഗ്യാസിന് കൊടുക്കുക. എവിടെ നിന്നാണ് ഇവർ ഗ്യാസ് കൊണ്ടുവരുന്നത്? സൗദി അറേബ്യ പോയി വാങ്ങി വരികയാണോ? വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് വാങ്ങുകയാണോ? 1200 രൂപക്ക് ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള ഗ്യാസിന് 1200 രൂപ ഇന്ത്യയിൽ എവിടെയാണ് കൊടുക്കേണ്ടത്? ഇവരെവിടെ നിന്നാണ് ഗ്യാസ് വാങ്ങുന്നത്? 6.5 കോടി പാവപ്പെട്ട സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ സൗജന്യമായി നൽകിയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനമാണ് ഇന്ന് ഭരിക്കുന്നത്, രാജ്യം ഭരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ 6.5 കോടി സൗജന്യ കണക്ഷൻ. അത് ചെറിയ കാര്യമാണോ? അടിസ്ഥാന സൗകര്യ വികസനം. പണ്ട് 4 വർഷം മുമ്പേ ഒരു ദിവസം 12 കിലോമീറ്റർ റോഡാണ് പണിതെങ്കിൽ ഇപ്പോൾ 27 കിലോമീറ്റർ റോഡ് ഒരു ദിവസം പണിയുന്നുണ്ട്, ദേശീയപാത. അതാണ് പുരോഗതി, അതാണ് ഊർജ്ജസ്വലമായ പ്രവർത്തനം. 18,000 ഗ്രാമങ്ങൾ വൈദ്യുതി ഉണ്ടായിരുന്നില്ല നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയ സമയത്ത്. അവിടെ ഇന്നിപ്പോൾ വൈദ്യുതി എത്താത്ത ഗ്രാമം വട്ടപൂജ്യമാണ്. എല്ലാ ഗ്രാമത്തിലും വൈദ്യുതി എത്തിക്കഴിഞ്ഞു. ഗ്രാമീണ റോഡുകൾ, അതുപോലെ തന്നെ സ്ത്രീ സൗഹൃദമായിട്ടുള്ള പദ്ധതികൾ, 300-ലധികം പദ്ധതികൾ. സാധാരണ ഗരീബി ഘടാവോ എന്ന് പണ്ട്, ഗരീബി ഹഠാവോ എന്നുള്ള മുദ്രാവാക്യം നമ്മൾ പണ്ട് കേട്ടിരുന്നല്ലോ. ഗരീബി ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രഖ്യാപിക്കുകയല്ല, പ്രഖ്യാപിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നു. അതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വ്യത്യാസം. സ്വാതന്ത്ര്യ ദിനത്തിന് പ്രഖ്യാപിക്കുന്ന പദ്ധതി റിപ്പബ്ലിക് ദിനം ആകുമ്പോഴേക്കും നടപ്പിലാകുന്നു. താങ്കളുടെ അനുമതിയോടെ ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. വളരെ നിമിഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഇടവേള കഴിഞ്ഞ് വേഗം വരും. വൈക്കത്തുകാർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുള്ളതാണ് എൻ്റെ വിശ്വാസം. വേഗം ഒരു ഇടവേളയ്ക്ക് പോയി മടങ്ങി വരുന്നു. ഇടവേളയിലേക്ക്. This is 24 from Flowers Group.